കർത്താവിന്റെ വചനത്തെ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിൽ നിന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കർത്താവിന്റെ വചനം കേട്ട് അതിൽ ബലപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു, അല്ലെ? ഇന്നും കർത്താവിന്റെ ശക്തിയാൽ നമുക്ക് വചനത്തിലും പ്രാർത്ഥനയിലും നമുക്ക് ബലപ്പെടാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനമല്ല, നമ്മൾ എന്ത് ഭാഗമാണ് അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് ചിന്തിച്ചതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്ത് കാര്യമാണ് ചിന്തിച്ചതെന്നുള്ളത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കാൽവറി ക്രൂശിൽ കർത്താവ് എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തു. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു, കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തു. ആ ജീവന്റെ സമൃദ്ധി നമ്മൾ അനുഭവിക്കണം. നമ്മൾ പലപ്പോഴും പലതും കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കരുത്. ഞാൻ നമ്മോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ജീവിതമല്ല വിശ്വാസ ജീവിതം, ഓവർകം ചെയ്യുന്ന ജീവിതമാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു വാക്യോട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം അത്ര. യേശു കർത്താവ് എന്ന് വിശ്വസിക്കുന്നവരല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവർ? അപ്പൊ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം. അപ്പൊ ലോകത്തെ നമുക്ക് ജയിക്കാൻ പറ്റും. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും ജയിക്കാൻ പറ്റും. എന്റെ കൂടെ നിങ്ങളൊന്ന് പറയാവോ? സകല വിഷയത്തെയും എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് പറ, യേശു മുഖാന്തരം. സകല വിഷയത്തെ എനിക്ക് ജയിക്കാൻ യേശുവേ ആരാധന, യേശുവേ ആരാധന. ആമേൻ. എന്നോട് തുടക്കത്തിൽ തന്നെ കർത്താവിനോട് പറയുന്ന ഒരു സണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി, സണ്ണിയുടെ ഭവനത്തിൽ തന്നെ സണ്ണിയുടെ കൂടെ മോളി എന്ന് പറയുന്ന ഒരാളും കൂടെ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. സണ്ണിയുടെ കൂടെ മോളി എന്ന് പറഞ്ഞ ഒരാളും കൂടെ വൈഫായിട്ട് ഞാൻ കാണുന്നത് ആ ഭവനത്തിൽ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ആ സണ്ണിയെയും സണ്ണിയുടെ കൂടെ നിൽക്കുന്ന മോളിയെയും കർത്താവ് ഇന്ന് ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നു. ആ ഭവനത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ അയക്കുന്നു. ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലമുറയുടെ വിഷയത്തെ കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റുവാൻ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോണം. കർത്താവിന്റെ നാമത്തിൽ ആ ഭവനത്തോട് ഞാൻ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ആ തലമുറയോർത്ത് സണ്ണിയും മോളിയും ഭാരപ്പെടുന്നു. ഒത്തിരി അവര് സ്ട്രഗിൾ ചെയ്യുന്നു. എന്റെ കർത്താവ് പറയുന്നു, യേശു ക്രിസ്തുവിനെ ഏൽപ്പിക്കാൻ തയ്യാറെങ്കിൽ കർത്താവ് നിങ്ങളുടെ വിഷയത്തെ ഇടപെടുവാൻ സർവശക്തനാണ്. കർത്താവ് അത് അനുഗ്രഹമാക്കി മാറ്റും, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ ജയത്തിന്റെ ജീവിതമാണ്. ഇത് തുടർമാനമായിട്ട് നമ്മൾ കർത്താവിന്റെ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്നു. തുടർമാനമായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിക്കുമായിരുന്ന കാര്യം, ആളുകൾ കർത്താവിന്റെ കൃപയിൽ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പ്രാർത്ഥന ഗൂഗിൾ മീറ്റിലായിരുന്നു. അന്ന് സൂം പ്രയർ ഒന്നുമില്ല. അതിനു മുമ്പ് ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷമാണ് ഗൂഗിൾ മീറ്റിലേക്ക് വരുന്നത്. എനിക്ക് വന്ന 5-6 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ അന്ന് ഈ ആരംഭിക്കുന്ന സമയത്ത് വചനം ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുക, വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് ഇന്ന് പറയുന്ന വചനമായിട്ട് വലിയ ബന്ധമുണ്ട്. നമ്മൾ പറയുന്ന വചനത്തിന് ഒരു റിസൾട്ട് ഉണ്ട്, അറിയാവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, അന്ന് ആ 6 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സൂം അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റിലേക്ക് ഈ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ പോലും ഇല്ല, ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും ആളുകളിൽ ആരംഭിച്ച ഒരു പ്രാർത്ഥന വചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം നമ്മളെല്ലാവരെയും ഇവിടെ കൂട്ടി വരുത്തി എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരെ ഇതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് അഡ്രസ് ചെയ്യാത്തതിന്റെ കാര്യം എനിക്ക് മിക്ക ആൾക്കാരെയും വ്യക്തിപരമായിട്ട് അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓവർകം ചെയ്യുവാൻ കപ്പാസിറ്റി, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ ബൈബിൾ പറയുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം അത്ര എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് തന്നെ ഞാൻ വചനത്തിലേക്ക് തന്നെ ഇന്ന് പ്രവേശിക്കാം. ഇന്ന് യൂട്യൂബിലൊക്കെ ലൈവിൽ കാണുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രയർ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ഈ പ്രാർത്ഥനയിലേക്ക് വരുവാൻ, ഗ്രൂപ്പിലേക്ക് വരുവാൻ ദൈവകൃപയാൽ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാം. കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു മിന്നായം പോലെ ഒരു ചിന്ത വന്നു. ഈ ദൈവത്തിന്റെ കൂടെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇപ്പൊ നിങ്ങൾക്കറിയാം, കർത്താവ് എൻ്റെ അകത്തിരിക്കുന്നു, യേശു ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു, സ്വർഗത്തിലെ ദൈവം, ഇതൊക്കെ നമ്മൾ വചനത്തിലൂടെ കേട്ടു. പക്ഷെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നില്ല.
ഞാൻ മറ്റൊരു വിഷയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് കർത്താവിന്റെ ഈ ഒരു വാക്ക് എൻ്റെ ഇടപെടാൻ ഇടയായി തീർന്നത്. ഈ നമ്മൾ കർത്താവുമായിട്ട് ഇങ്ങനെ ഈ ലിങ്ക് ആയി നിന്നാൽ ഒരു ഗുണം ഞാൻ പറയാം. നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. എല്ലാ കാര്യത്തെയും കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കും. ഞാൻ ഇന്നലെ എനിക്കുണ്ടായ ഒരു അത് വലിയ സംഭവമൊന്നും അല്ല, എങ്കിലും ഈ നമുക്ക് ഈ നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ കാണിച്ചു തരും. നമ്മുടെ ലൈഫിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് മിനിറ്റുകൾ കഴിഞ്ഞ്. അപ്പൊ ഇത് നമുക്ക് എപ്പോഴും ദൈവം ഇത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, വ്യക്തമായിട്ട് അത് നമുക്ക് അറിയാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നിസാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതുപോലും കർത്താവ് നമ്മോട് ഇടപെട്ടുകൊണ്ടേ ഇരിക്കും. അപ്പൊ എനിക്കറിയാവുന്ന ഞാനിങ്ങനെ ഇന്നലെ വൈകുന്നേര സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ, ഞാൻ ഇങ്ങോട്ട് റൂമിലോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. റൂമെല്ലാം പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യാൻ ആരോ വരുന്നത് പോലെ മനസ്സിങ്ങനെ പറയുക. ഇപ്പൊ സ്വാഭാവികമായിട്ടും ആരും വരാനില്ല. ആ ഒരു സമയത്ത്, വൈകിട്ട് സമയത്താണ്, ഏകദേശം ഒരു 7 മണി സമയത്താണ്. ഒരു മനുഷ്യനും വരാൻ ഒരു സാധ്യതയില്ല. അഥവാ ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ വിളിച്ചിട്ടേ വരത്തുള്ളൂ. എന്റെ മനസ്സിൽ ഒന്ന് പറഞ്ഞു, ഇതൊന്ന് പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. മൊത്തം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. ആ ഒരു ഹോളിങ്ങനെ കിടക്കുക. അപ്പം എന്റെ മനസ്സിലൊരു ചിന്ത, വേണ്ട, അത് വേണ്ട. പിന്നെ എൻ്റെ അകത്തൊരു നിർബന്ധം, ഞാനത് ചെയ്തില്ല. പിന്നെ എൻ്റെ അകത്തൊരു നിർബന്ധം, പക്ഷെ ഞാൻ വേറെ വഴിക്ക് അങ്ങ് പോയി. ഞാൻ അത് തോന്നലായിരിക്കും. ഞാൻ പിന്നെ പെട്ടെന്നൊന്ന് നോക്കി ഇങ്ങ് പോന്നു. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്ത എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രദറും കുടുംബവും പെട്ടെന്ന് അങ്ങോട്ട് വരാൻ ഇടയായിരുന്നു. എനിക്ക് വലിയൊരു അതിശയമായിരുന്നു. കാരണം ഞാനത് മണിക്കൂറുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറിനോ കഴിഞ്ഞതിന് ശേഷം ഒരാൾ വരുന്നു എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഓർത്ത് തോന്നലായിരിക്കും. നമുക്കെല്ലാം തോന്നലുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ നിർബന്ധം എൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ എൻ്റെ അകത്തൊരു നിർബന്ധമായിട്ട് വരിക. അപ്പൊ പലപ്പോഴും ഞാനിത് പറയാൻ കാരണം, ചെറിയൊരു, നിങ്ങൾക്ക് ചിലപ്പം വലുതായിട്ട് തോന്നത്തില്ലെങ്കിലും, നമ്മൾ കർത്താവുമായിട്ട് കൂട്ടിമുട്ടി ദൈവവുമായിട്ടൊരു ബന്ധം നമുക്ക് വന്നാൽ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കാൻ പോകുന്നോ അത് എന്തുമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ മുമ്പിൽ റിവീലായി വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ ഇത് വലിയ കാര്യമാണോ? നമുക്കിത് വലിയ കാര്യമല്ലായിരിക്കും. പക്ഷെ നമ്മുടെ മുമ്പിൽ, നമ്മളിൽ അടുത്തത് എന്താണോ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, അതേ കാര്യങ്ങൾ കർത്താവ് നമ്മോട് ഇടപെടും. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ കൂടെ നടക്കണം. എങ്ങനെ കർത്താവിന്റെ കൂടെ നടക്കാൻ പറ്റും? 2 വചനങ്ങളെ ഞാൻ എടുക്കുന്നുള്ളൂ, ശ്രദ്ധിച്ചിരുന്നോളാം. പരിചിതമായ വാക്യമാണ്. കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവൻ. ഈ വാക്ക് ശ്രദ്ധിച്ചോണം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ കൈവിടത്തില്ല. രണ്ടാമത് കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നവൻ, ദൈവമുണ്ട് എന്ന് എബ്രായ ലേഖനത്തിലെ വാക്യം പറയുന്നത്. ദൈവം ഉണ്ട് എന്നും 6-ാം അധ്യായം, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും നിങ്ങൾ അറിയാം. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം, അവന് പ്രതിഫലം ലഭിക്കും. അപ്പൊ ഇവിടെ എല്ലാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വരിക, ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക എന്നവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ വരിക എന്ന് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കത്തില്ല, എങ്ങനെയാണ് കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത്? സ്വർഗത്തിലോട്ട് കയറി പോകാൻ പറ്റുമോ? സ്വർഗത്തിലേക്ക് കയറിപ്പോയ ദൈവത്തെ അപ്പൊ ഇനി അടുക്കലേക്ക് എങ്ങനെ വരാൻ കഴിയും? ഇതിലേക്കുള്ള ഒരു മാർഗമാണ് കർത്താവിന്റെ വചനം. അപ്പൊ ഞാനിത് യാത്ര ചെയ്യുന്ന സമയത്താണ് എങ്ങനെ കർത്താവിലേക്ക് നമുക്ക് വരാൻ കഴിയും, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാൻ കഴിയും എന്നുള്ളത് കർത്താവിന്റെ വചനത്തിലൂടെ നമുക്ക് ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ അതെങ്ങനെയാണ് കർത്താവിന്റെ വചനവുമായിട്ട് നമുക്ക് ദൈവത്തോട് കണക്ട് ചെയ്യാം? നമ്മൾ പലപ്പോഴും എന്തിനാ ബൈബിള് വായിക്കുന്നത്? നിങ്ങളോട് ചോദിക്കണം, ഞാൻ എന്തിനാ ബൈബിള് വായിക്കുന്നത്? നിങ്ങൾ പലരും പറയുന്ന ഒരു മറുപടി, ബ്രദർ എനിക്ക് വലിയൊരു ഭാരം വന്നു, ഞാൻ പെട്ടെന്ന് ഒരു വചനം എടുത്ത് തുറന്നു, അപ്പൊ തന്നെ ആ വചനം എന്നോടുള്ള ആലോചനയായിരുന്നു, എനിക്ക് വലിയൊരു ആശ്വാസമായി. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു മാഗസീൻ വായിക്കുമ്പോഴോ, ഏതെങ്കിലും ഒരു നോവൽ വായിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ടീസ് വായിക്കുമ്പോഴോ ഈ ഒരു ആശ്വാസം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? എത്ര പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ കുറച്ചു നേരം വചനം കേൾക്കുകയോ വചനം വായിക്കുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചവർ എത്ര പേരുണ്ട്? നിങ്ങളിൽ പെട്ടെന്നൊരു സമാധാനവും പെട്ടെന്നൊരു ആശ്വാസവും ഒക്കെ അങ്ങനെ ഫീൽ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ നിങ്ങൾക്കൊരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു.
അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് ഇടപെടുന്നു. ആ ഫീലിങ്സ് ഇനി വന്നില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ മുതൽ ഈ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. നിങ്ങളിൽ ആ ഒരു വ്യത്യാസം ഉണ്ടാകുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ പെട്ടെന്ന് ഒരു പ്രശ്നത്തിന്റെ അകത്ത് ഇരിക്കുക. നിങ്ങളുടെ വീടിന്റെ അകത്ത് ഇഷ്ടംപോലെ നോവലുകൾ ഉണ്ടെന്നിരിക്കട്ടെ. പല ആൾക്കാർ, ഇപ്പം വലിയ വലിയ ആൾക്കാരുടെ, എഴുത്തുകാരുടെ ഒക്കെ നോവൽ, അതൊന്ന് വായിച്ചു നോക്കി, നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ചിലപ്പോൾ എടുത്ത് എറിയാൻ തോന്നും, അല്ലേ? മാനസികമായിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് ഡെസ്പ് ആവും. ഞാൻ ഓരോരുത്തരുടെ ഫീലിങ്സാ പറയുന്നത്. നമുക്ക് പെട്ടെന്ന് നമ്മൾ, പക്ഷെ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ പയ്യെ അങ്ങൊരു മെൽറ്റ് ആകുന്നത് പോലെ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ അങ്ങ് ഫ്രീ ആയിട്ട് നിങ്ങൾ പറയും, എനിക്കിപ്പോ ഒരു ആശ്വാസമുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാവോ? ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ വ്യക്തമായി 1-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. 1-ാം അധ്യായം, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ക്രിസ്തുവിനെ പറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ വാക്യം. വചനം ജഡമായി തീർന്നു. 14-ാം വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് കർത്താവിന്റെ വചനത്തിലൂടെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ വചനം ജഡമായി തീർന്നു. അപ്പൊ വചനത്തിൽ ആദ്യം തന്നെ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ക്രിസ്തുവിനെയും ദൈവത്തെയും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ബൈബിൾ പറയുകയാണ് വചനം, ദൈവം. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ ഈ ബൈബിള് വായിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചതാണ് നിങ്ങൾക്ക് ആ സമയത്തുണ്ടായ ആശ്വാസം. മനസ്സിലായോ? ഇതാണ് നിങ്ങൾക്ക് പറയത്തില്ലേ ബ്രദർ, ഭയങ്കര പ്രശ്നത്തിരിക്കുമായിരുന്നു, പെട്ടെന്ന് ആ വചനം കേട്ടപ്പം അല്ലെങ്കിൽ ആ വചനം വായിച്ചപ്പം എനിക്കറിയത്തില്ല, ഭയങ്കര ഒരു സമാധാനവും ഒരു സന്തോഷവും ഒക്കെ എനിക്ക് ഉണ്ടായി. അതിന്റെ കാര്യം എന്താണെന്നറിയാവോ? ദൈവം നിങ്ങളോട് സംസാരിച്ചു. അത് നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ആത്മാവിലും നിങ്ങളുടെ ശരീരത്തിലും അത് കേട്ടത് കൊണ്ട് നമ്മൾ നോക്കുമ്പോ എന്തുവാ, ഞാൻ പഠിച്ച മലയാളത്തിൽ കേട്ടു, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കേട്ടു, പല ലാംഗ്വേജിൽ അത് കേട്ടു, പല ലാംഗ്വേജിൽ അത് കേട്ടെങ്കിലും അത് പറഞ്ഞത് ദൈവമാണ്. അപ്പൊ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ എന്ത് ചെയ്താൽ മതി? വചനത്തോട് കൂടുതൽ അടുത്താൽ മതി. വചനത്തോട് നാം കൂടുതൽ അടുക്കുമ്പോൾ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ എന്താ തെളിവ്? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ എന്നിലും, ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണം, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് അഥവാ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും, അപേക്ഷിക്കുകയല്ല, ഫോർ ആസ്ക് എന്ന കൊടുത്തേക്ക്, നിങ്ങൾ ചോദിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഈ വാക്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിച്ചാൽ നമ്മൾ ചോദിക്കുന്നത് കിട്ടാൻ കാരണം? നിങ്ങൾ കർത്താവിന്റെ വചനത്തിൽ ബന്ധപ്പെടുമ്പോൾ ദൈവവുമായി നാം കണക്റ്റഡ് ആയി. ഇപ്പൊ മനസ്സിലായോ? ദൈവവുമായി ബന്ധപ്പെട്ടാൽ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ ചോദിക്കുന്നത് ദൈവത്തോടാണ്. നമ്മൾ പലപ്പോഴും വചനപ്രകാരം ദൈവസന്നിധിയിൽ ഏറ്റു പറയാറില്ല, കർത്താവേ, എന്റെ ദൈവമോ എന്റെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തന്നിരിക്കുന്നു പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവത്തോട് ബന്ധപ്പെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഉറക്കം വരും, ചിലർ ബൈബിൾ വായിക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും, ചിലർ ബൈബിൾ വായിക്കുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും, ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, ചിലർക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഭയങ്കര ഉറങ്ങി വീഴും, ചിലർക്ക് വചനം കേൾക്കുമ്പോൾ അങ്ങനെ ഫീലിങ്സ് ഉണ്ടാവുന്നു. ശ്രദ്ധിച്ചോണം. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇനി അങ്ങനെ ഉണ്ടാകുന്നവരെ പറ്റി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഭാഗ്യവാന്മാരാ. അതെന്താ ബ്രദറെ? വചനം വായിക്കുമ്പോൾ ഉറക്കം വരുന്നവരും വചനം വായിക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകുന്നവരും ഒക്കെ ഭാഗ്യവാന്മാരാന്ന് പറഞ്ഞാൽ, നിങ്ങൾ വചനത്താൽ ദൈവം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ ജഡത്തിലെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? നമ്മുടെ ചിന്തകൾ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒന്ന് കയറി നോക്കി, അതേ നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കിയേ, ഒരുറക്കവും വരത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുറക്കവും വരത്തില്ല. കാര്യം അതിന്റെ അർത്ഥം നമ്മുടെ ശരീരം, നമ്മുടെ ജഡം ഇപ്പോ എവിടെയൊക്കെയോ സ്റ്റക്കായി നിൽക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയോ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. ആ ബ്ലോക്ക് അതിൽ വർദ്ധിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടരത്തില്ല.
നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ വായന നിർത്തും, യൂട്യൂബിലേക്ക് നമ്മൾ സ്കിപ്പ് ആവും, ഫേസ്ബുക്കിലേക്ക് കൂടുതൽ അങ്ങ് ആക്റ്റീവ് ആവും. എന്നിട്ട് നമ്മൾ കരയും, നമ്മൾ ഭയങ്കര അങ്ങ് ഡെസ്പായിട്ട് കർത്താവേ എന്നോട് ക്ഷമിക്കണം. ഞാൻ എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാ ദിവസവും എണീറ്റ് വരുമ്പം ഇന്ന് മുതൽ, ഇപ്പം ഒരു ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ യോഹന്നാൻസിയുടെ സുവിശേഷം മുതൽ പുതിയ നിയമം എടുത്തിട്ട് ഇന്ന് മുതൽ വായിക്കാൻ തുടങ്ങണം. നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയാവോ? നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു 10 അധ്യായം വായിക്കാനിരിക്കും. വേണ്ട, ആ 6-7 വാക്യം കൊണ്ടോ 2 എണ്ണം വെച്ച് വായിക്കാൻ പറ്റും. ഒരു ദിവസം 2 വാക്ക് വെച്ച്, 2 അധ്യായമല്ല, എങ്ങനെയാണ് പറയുന്നത്, 2 വചനം വെച്ച് എന്ത് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഈ വാക്യം വായിക്കുക, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും, മതി. ഇത്രയും വായിക്കുക. ഇതെല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുക. ചെയ്യും തോറും ഇതിന്റെ വർദ്ധിപ്പിച്ചുകൊണ്ട് വരും. അപ്പൊ 6 വായിച്ചു, 7 വായിച്ചു, പക്ഷെ ബ്രദർ എനിക്ക് 8 കൂടെ വായിക്കാൻ തോന്നുന്നു, വായിച്ചു. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വചനം വായിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ദൈവവുമായി ബന്ധപ്പെടുകയാണ്. അപ്പൊ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാൽ എന്താ ഗുണം? ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിലുള്ള ഒരു വിഷയത്തിനും പിന്നെ നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. യേശു പറഞ്ഞ വാക്ക് നോക്കിക്കേ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ എന്തിച്ഛിക്കുന്നോ അത് എന്നോട് ചോദിക്ക്, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. അങ്ങനെ നിങ്ങൾ ഒരു ശിഷ്യനാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുരുവിൽ നിന്ന് നാം പഠിക്കണം. അപ്പൊ വചനം നമ്മൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? പഠിക്കണം. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് അറിയാവോ? നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എണീക്കുമ്പോൾ നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വചനമൊക്കെ കേൾക്കാറുണ്ട് പലപ്പോഴും. നല്ലതാ കേട്ടോ, വചനം കേൾക്കുന്നത് നല്ലതാണ്, വചനം വായിക്കുന്നത് നല്ലതാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം. വചനത്തിന് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മോശയോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, മോശെ, മിസ്രൈമിൽ കിടക്കുന്ന എന്റെ ജനത്തെ വിടുവിക്കാൻ ഞാൻ നിന്നെ കണ്ടത്. ഉടനെ മോശ തന്റെ ശരീരത്തിലോട്ടും ചുമ്മാ ഞാൻ ഉദാഹരണമാണ്, മോശയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ എന്നെ കൊണ്ട് കഴിയത്തില്ല. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം, എന്റെ സഹോദരൻ അഹരോൻ മിടുക്കനാ. കർത്താവ് പറഞ്ഞു, മോശെ ഞാൻ നിന്നോടാ പറയുന്നത്. അതിന്റെ അർത്ഥം മോശയുടെ ശ്രദ്ധ മോശയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, യഹോവയിലോട്ട് പോകുന്നില്ല. മോശയോട് ദൈവം പറയാണ്, ഞാൻ നിന്നെയാ കണ്ടിരിക്കുന്നത്. പക്ഷെ മോശയിലേക്ക് നോക്കിയപ്പോ ഒത്തിരി കുറവ് കണ്ടു. അതുകൊണ്ട് മോശ ഒരു ഓപ്ഷൻ വെക്കുവാണ്. മോശ പറയുകയാണ്, എന്റെ സഹോദരനായ അഹരോൻ മിടുക്കനാ, കർത്താവ് അവനെ തിരഞ്ഞെടുക്കുക. അവനാണെങ്കിൽ എന്നെ പോലെ വിൽക്കൂല്ല, വലിയ കുഴപ്പമില്ല, എല്ലാ കാര്യത്തിലും അവൻ മിടുക്കനാ. പക്ഷെ കർത്താവ് പറഞ്ഞു, മോശ നീ ശ്രദ്ധിക്കുക, എനിക്ക് നിന്നെയാണ് ആവശ്യം. അപ്പൊ ഞാൻ ഈ വചനവുമായിട്ട് എന്നാ ബന്ധം? ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പലപ്പോഴും വചനം പറയാറുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുക്കളുടെ സ്ഥലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ ആ വാക്കെന്ന് ആർക്കെങ്കിലും അറിയാവോ? ആ വചനത്തിന്റെ ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്കിടയിൽ കേട്ട് വന്നിരിക്കുന്ന, നമ്മുടെ നാട്ടിൽ ഒത്തിരി പഴഞ്ചൊല്ലുണ്ടല്ലേ, അന്ധവിശ്വാസം എന്നൊക്കെ പറയും. പഴഞ്ചൊല്ല് മാത്രമല്ല, പഴഞ്ചൊല്ല് വ്യത്യാസമുണ്ട്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്താ പറയുന്നത്, പണ്ട് ഉള്ള ആളുകൾ ആവശ്യമില്ലാത്ത കുറെ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മുന്നോട്ട് വളർന്നപ്പോൾ നമുക്ക് മനസ്സിലായി, അതൊക്കെ വെറും കെട്ടുകഥകളും വെറും വാമൊഴികളുമായിരുന്നു മനസ്സിലായി. അതേപോലെ ഈ ആത്മീയ ഗോളത്തിൽ, സ്പിരിച്വൽ ഈ ഒരു ലോകത്തിൽ നമ്മൾ പോലും അറിയാത്ത ഒത്തിരി കെട്ടുകഥകളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അന്ധവിശ്വാസങ്ങളുണ്ട്. അന്ധവിശ്വാസത്തിൽ ഒരു വിശ്വാസമാണ്, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിച്ച രോഗിയാണെങ്കിൽ ആ രോഗം നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പിശാച് നിങ്ങളെ അടിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ എക്സ്പീരിയൻസുകൾ പറഞ്ഞു. പക്ഷെ ഞാൻ ബൈബിള് മൊത്തം പരതിയിട്ടും അങ്ങനെ ഒരു സംഭവം പുതിയ നിയമത്തിൽ പറയുന്നില്ല. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും പറയുന്നില്ല. അപ്പൊ പുതിയ നിയമത്തിൽ ഒട്ടും പറയുന്നില്ല. ഞാൻ എടുത്തു പറയാൻ കാര്യം, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പിശാചിന്റെ തല തകർത്ത്. അതിന്റെ അർത്ഥം നിങ്ങളെ ഒളിച്ചിരുന്ന് കാല് തല്ലി ഓടിക്കാൻ നിൽക്കുന്ന പിശാച്, ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് അഴിച്ചു വിട്ടാൽ പുറത്ത് ചാടി വീഴാൻ നിൽക്കുന്ന പിശാച്. അപ്പൊ ഞാൻ ഇന്നാൾ പറഞ്ഞു, അപ്പൊ ഒരു ചോദ്യം വരും, അപ്പോസ്തല പ്രവൃത്തിയിൽ പിശാച് അവിടെ പുരോഹിതന്റെ 7 മക്കളുടെ മേൽ ചാടി വീണല്ലോ, അവര് മന്ത്രവാദികൾ എന്ന് എഴുതിയിട്ടുണ്ട്.
പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. അത് എപ്പോഴും പറയുന്നതാണ്, ഇപ്പോഴും ഞാൻ പറയും, കാര്യം ഇതിന് ആവശ്യമുണ്ട് ആ വചനം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ തൊടുവാൻ പിശാചിന് കഴിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള വാമൊഴികൾ പലരുടെ ഇടയിലുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി, അന്ന് രാത്രി നിങ്ങൾക്ക് ചെറിയൊരു ജലദോഷം വന്നു, ഉടനെ ഞാൻ പറയുന്നു, കണ്ടോ അവിടെ പ്രാർത്ഥിക്കാൻ പോയി തിരിച്ചു വന്നപ്പം മുതൽ ഈ ചുമയും പനിയും തുമ്മലും ഉണ്ട്. ശ്രദ്ധിച്ചോണം, നമ്മൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ ഞാൻ ഇത് പറയാൻ കാരണം, നമ്മൾ കർത്താവിനോട് കൂടുതൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു വചനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വചനം വായിക്കണം. ആ വചനവുമായിട്ട് നിങ്ങളുടെ മനസ്സ് കണക്റ്റ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? മോശ പറയുന്നു, കർത്താവ് എന്നെ കൊണ്ട് കഴിയത്തില്ല. അതിന്റെ അർത്ഥം മോശ നോക്കിയപ്പം വയസ്സായി, വിക്കൊണ്ട് നടക്കാൻ പോലും ചൊവ്വേന്നേരം പറ്റത്തില്ല, വയസ്സ് 80ആയി. മോശ ദൈവത്തെ നോക്കുന്നില്ല. മോശയെ നോക്കിയിട്ട് പറയുകയാണ്, അഹരോനാണ് ബെസ്റ്റ്. ദൈവം പറയുന്നത് നീയാ ബെസ്റ്റ്. മോശ നീയാണ് ബെസ്റ്റ്. മോശ പറയുന്നത് അഹരോനാണ്, എന്റെ സഹോദരനാണ് ബെസ്റ്റ്. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം പറയുന്നതാണോ വലുത്, മോശ പറയുന്നതാണോ വലുത്? ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? മോശയുടെ ഫോക്കസ് ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അടയാളങ്ങളെ ചെയ്യുവാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഈ ദിവസങ്ങളിൽ വചനം വായിക്കുമ്പോൾ ഈ വചനത്തിന് വിരുദ്ധമായിട്ടുള്ളതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു വേണം ഈ വചനം പറയുവാൻ. ഇപ്പൊ ഞാൻ പറയുവാണ്, ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലർ, പണ്ടൊക്കെ നമ്മളത് ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്, കർത്താവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ കൂടുതൽ, ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നല്ലോ കേട്ടോ, കർത്താവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ കൂടുതൽ. കഴിഞ്ഞ ദിവസം ആരോട് പറയുന്നത് കേട്ടു. അതാണ് ഞാൻ നിങ്ങൾ ഈ സ്ഥിരം പ്രാർത്ഥന കേൾക്കാത്തതിന്റെ ഒരു കുഴപ്പം, അല്ലെങ്കിൽ യൂട്യൂബിലെങ്കിലും കാണണം. കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ കൂടുതൽ ഇപ്പൊ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഒന്നും കൂടെ പ്രശ്നം വഷളായി, ദൈവത്തോട് അടുക്കുമ്പോൾ പ്രശ്നം കൂടുക. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോട് അടുക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പോകരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തിനാ പോകുന്നത്? അവിടെ ഇരുന്നാ പോരെ. ദൈവം സർവശക്തനാന്ന് പറയുന്നു, എന്റെ അടുക്കൽ വരുന്നത് ഞാൻ കൈവിടത്തില്ല, ഞാൻ നിനക്ക് അതിമഹത്തായ പരിചയമാണെന്ന് പറയുന്നു, ഞാൻ നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു, കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ മറയ്ക്കുന്നു എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ട്, ഞാൻ ദൈവത്തോട് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം തരാണ്, പിന്നെ ഞാൻ പറയും ഞാൻ കർത്താവ് വരത്തില്ലെന്ന് പറയും. അത് ദൈവത്തിനും അറിയാം. നമ്മളെ യേശുവിലേക്ക് അടുക്കുമ്പം നമുക്ക് പ്രശ്നം തന്നിട്ട്, നിങ്ങൾ ചില കണ്ടിട്ടില്ലേ, ചില ഗെയിമുകൾക്കകത്ത് കണ്ടിട്ടില്ലേ, എങ്ങനെയും ഒക്കെ തരണം ചെയ്ത് എത്തിപ്പെടുന്ന ചില ഗെയിമുകൾ കണ്ടിട്ടില്ലേ അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ? അതേപോലെ അല്ല വിശ്വാസ ജീവിതം. കർത്താവ് ബൈബിളിൽ പറഞ്ഞു, ആരും അവയെ എന്റെ കരത്തിൽ നിന്നും പിടിച്ചു പറിക്കത്തില്ലെന്നാണ് യേശു പറഞ്ഞേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ജീവനോ മരണമോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ ഉയരത്തിനോ ആഴത്തിനോ യാതൊന്നിനും യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയത്തില്ലെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ വചനം കിടക്കുമ്പോഴും നമ്മളിലേക്ക് ചില അന്ധവിശ്വാസങ്ങൾ പ്രവേശിക്കും. ആമേൻ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വചനം വായിക്കുവാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ചു വായിക്കണം. ചിലർ വെറുതെ വായിക്കാറുണ്ട്. ഞാൻ പണ്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സങ്കീർത്തനങ്ങൾ വായിക്കുമായിരുന്നു. 1 മുതൽ. ഒരു ദിവസം വായിച്ചില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പേടിയാ, അയ്യോ ഇന്ന് ബൈബിള് വായിച്ചില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഈ ബൈബിള് ചുമ്മാ വായിച്ചു വിടുക. അർത്ഥമറിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ച് വചനം വായിക്കാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ വചനത്തിൽ പ്രവേശിക്കുവാനും ദൈവ അനുഗ്രഹങ്ങളെ ലഭിക്കുവാനും നമുക്ക് കഴിയത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഏറെ ഫലം കായ്ക്കും. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? നിങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യുകയാണ്? നിങ്ങളുടെ വീട്ടിലോട്ട് പ്രവേശിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ദൈവത്തെ ക്ഷണിക്കുകയാണ്. വചനത്തിലൂടെ ദൈവവുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുവാണ്? ബന്ധപ്പെടുകയാണ്. കാര്യം വചനം ആരാണ്? ദൈവമാണ്. അപ്പൊ ദൈവവുമായിട്ട് എനിക്ക് കണക്ഷൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോണം, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാണ്. ഞാൻ ആ വാക്യം ഒന്നും എടുത്തില്ല. പുറപ്പാട് പുസ്തകത്തിൽ മോശ അത് പറയുമ്പോൾ യഹോവ കോപിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. മോശ അത് പറയുകയാണ്, കർത്താവേ ഞാനല്ല ഓപ്ഷൻ, ബെസ്റ്റ് ഓപ്ഷൻ എന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ യഹോവ കോപിച്ചു. മോശയോട് യഹോവ കോപിച്ചു. മോശ ദൈവത്തെ പഠിപ്പിക്കാൻ പോവാ. കർത്താവേ എന്നെ കൊണ്ട് കഴിയത്തില്ല, കർത്താവേ എന്റെ അഹരോനുണ്ട്, സഹോദരൻ ബെസ്റ്റാന്ന് പറഞ്ഞപ്പോ യഹോവയ്ക്ക് കോപം വന്നു. എന്റെ കാര്യം എന്നറിയാവോ? ശ്രദ്ധിക്കണം നമ്മൾ. ഈ ദിവസങ്ങളിൽ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ, വചനത്തിന് വിരോധമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാഴ്ചപ്പാട് വരുമ്പം, നിങ്ങൾ ഈ വചനം പറയുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പറയണം, ഞാൻ എൻ്റെ ദൈവവുമായി നല്ല ബന്ധത്തിലായിരിക്കുന്നു. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ദൈവവുമായിട്ട് ഞാൻ നല്ല ബന്ധത്തിലായിരിക്കുന്നു പറ.
ഇന്ന് രാവിലെയും കൂടെ ഞാൻ നല്ല നല്ലൊരു ബന്ധത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പറയാൻ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ എല്ലാ ദിവസവും നിങ്ങൾ എപ്പോഴും, നമുക്കറിയാം ഒത്തിരി സാക്ഷികൾ നമ്മൾ കേൾക്കുന്നത്, എല്ലാ ദിവസവും നിങ്ങളൊരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചു. നിങ്ങൾ വെറുതെ പറയാതെ ആ വചനം തിരിച്ചറിഞ്ഞുകൊണ്ട് പറയണം. തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാൻ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ സഹായം ദൈവമാണ്. അപ്പൊ ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം ദൈവമാണ്. ആ ദൈവം എന്നോട് എന്താ പറയുന്നത്? ഞാൻ നിന്റെ സഹായമാണെന്നും എന്നെ ഓർമ്മപ്പെടുത്തുക ആ വചനത്തിലൂടെ. പക്ഷെ പറയുന്നത് എന്റെ നാവ് കൊണ്ടാണെങ്കിലും ദൈവം ആ വചനത്തിലൂടെ എന്നോട് സംസാരിക്കുകയാണ്. നിന്റെ സഹായകൻ ഞാനാണ്, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം ഞാനാണ്. അപ്പൊ ഞാൻ പറയുമ്പോ എങ്ങനെ പറഞ്ഞത്? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി. ശ്രദ്ധിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. എന്റെ സഹായം എന്നുള്ളിടത്ത് എന്റെ സഹായകൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവമാണെന്ന് ഈ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം ഇന്ന് ഞാൻ കടന്നു പോകുന്ന വിഷയത്തിൽ എനിക്കൊരു സഹായകനുണ്ട്. ആ സഹായകന്റെ പ്രത്യേകത നാട്ടിലെ 10 സെന്റ് സ്ഥലം മേടിച്ച് വീട് പണിയാൻ മാത്രം കപ്പാസിറ്റി ഉള്ള സഹായകനല്ല. സർവ്വ പ്രപഞ്ചത്തെ നിർമ്മിച്ച സാക്ഷാൽ ദൈവമാണ് എന്റെ സഹായം. ഈ ദൈവവുമായിട്ട് എനിക്ക് ബന്ധം. ഇപ്പൊ മനസ്സിലായോ? വചനത്തിലൂടെ നമുക്ക് എങ്ങനെ ദൈവത്തോട് ബന്ധപ്പെടാം. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ പലരും വചനം വായിക്കാറുണ്ട്. ചിലരോടൊക്കെ ചില സ്ഥലത്തൊക്കെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി എന്നെ തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഞാൻ ഒരു അധ്യായം പറഞ്ഞാൽ ചീറ്റപ്പുലിയെ പോലെ ചാടി വചനം എടുത്ത് പറയുന്ന ആൾക്കാർ എനിക്കറിയാം. അയ്യോ, പക്ഷെ അവര് കംപ്ലീറ്റ് പ്രശ്നത്തിലാണ് കിടക്കുന്നത്. പല പ്രശ്നത്തൂടെ കടന്നു പോവുക. ഞാൻ പറഞ്ഞ ഒരു വാക്യത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ, ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് പല വാക്കുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലപ്പോഴും മാറിപ്പോകാറുണ്ട് അല്ലെ. അതൊക്കെ ഞാൻ പറഞ്ഞു മാനുഷികമായിട്ട് ചിലപ്പോൾ ഞാനൊരു അധ്യായം പറയുമ്പോൾ ചിലപ്പം തെറ്റിപ്പോകാറുണ്ടായിരിക്കും. മാനുഷികമായിട്ട് ചിലപ്പം നമ്മൾ ഈ മെമ്മറിയിലാണല്ലോ ഇതെല്ലാം കിടക്കുന്നത്. എനിക്ക് ഇപ്പോഴും ചില വാക്യത്തിന്റെ ചില റെഫറൻസുകൾ എനിക്കറിയാം. ചിലപ്പോൾ വാക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. നമ്മൾ വചനം കുറേ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ആ വചനം പഠിച്ച ഒരു വാക്യം ഉള്ളെങ്കിൽ ആ വചനവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായിരിക്കും. എങ്ങനെ ബന്ധപ്പെടാം? 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, വചനം പറയുമ്പോൾ നാം ദൈവത്തിൽ ഫോക്കസ് ചെയ്യണം. ദൈവത്തിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വചന വിരുദ്ധമായിട്ടുള്ള, ബൈബിളിൽ തന്നെ പറഞ്ഞാൽ, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, തിമോത്തിയോസ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ കിഴവിക്കഥകൾ. ഈ കിഴവിക്കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ പഴഞ്ചൊല്ലുകളും അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെയാണ് പൗലോസ് ലീഗ കിഴവിക്കഥകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ തലയ്ക്കകത്തോട്ട് കേട്ടിട്ട് നിങ്ങൾ എപ്പോഴും പറഞ്ഞോണം, നമുക്ക് ഈ ബൈബിളുമായിട്ടൊരു ബന്ധം വേണം. ആരെങ്കിലും പറയാം, ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് തിരിച്ചു വരുന്ന വഴിക്ക് കാല് തന്നെ അവിടെ വീണു. അപ്പോഴാണ് അടുത്തിരിക്കുന്ന ഒരു ബ്രദർ ഇങ്ങനെ പറഞ്ഞു, കണ്ടോ നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയില്ലേ, പിശാചിന് ഇഷ്ടപ്പെട്ടത് നിങ്ങളെ ഉന്തി താഴെ ഇട്ടതാ. ശരിയാ, കറക്റ്റാ കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് തെന്നിയത്. നിങ്ങളുടെ അതേ സ്ഥാനത്ത് നിങ്ങളുടെ അയലോകംകാരൻ യേശുവിനെ അറിയാത്ത വ്യക്തിയെ പോകുന്നത് എന്നാ പറയും? അവിടെ മുഴുവൻ പായലാ തെന്നിപ്പോയത്. അവിടെ ഇച്ചിരി വെള്ളം കിടപ്പുണ്ടായിരുന്നു, ഇച്ചിരി തെന്നി അങ്ങ് വീണു. അതന്നെ നിങ്ങൾ പറയുന്നത് പോലെ അവൻ പറയാത്തത്. അവൻ അത് വിഷയമല്ല. അവൻ ചിലപ്പോൾ വീട്ടിൽ വന്ന് ചൂട് പിടിക്കുമ്പോൾ മാറും. നമ്മൾ അതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അറിയോ? പിശാചുന്തിയിട്ട്. ഇനി അഥവാ തെന്നി അടിച്ച് വീണാലും വേദന ഉണ്ടെങ്കില്ല, കൈ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് പറയണം, യേശുവിന്റെ മുറിവിനാൽ ഈ വേദനയോട് ഞാൻ കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ആ വേദന അവിടുന്ന് മാറിയിരിക്കും. അല്ലാതെ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമായി അവിടെ സംസാരിക്കുമ്പോൾ ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ദൈവം പറഞ്ഞ വാക്കിനെ നാം ഭോഷ്കെന്ന് പറയുകയാണ്. കർത്താവ് പറഞ്ഞ തന്നെ, നിനക്ക് ഒരു അനർത്ഥവും വരത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. എന്റെ കൂടെ എന്ന് പറഞ്ഞ ഒരു അനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ എടുക്കത്തില്ല ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് പറ. പക്ഷെ നമുക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇപ്പോഴും മോശം നിൽക്കുന്ന പോലെ നിൽക്കുക. നമ്മൾ ഇപ്പോഴും പറഞ്ഞു, എന്നാലും കർത്താവ് അങ്ങനെയല്ല, ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ അവരുടെ ഇവരുടെ പുറകെ എന്തിനാ പോകുന്നത്? നിങ്ങളിലൊരു ബൈബിൾ കയ്യിലിരിപ്പില്ലേ? തുറന്നു നോക്കിക്കേ. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാ. പിന്നെ എന്നാ ബ്രദറെ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായത്? നിങ്ങൾ എന്തിനാ അത് അന്വേഷിക്കാൻ പോയത്? നിങ്ങൾ ആ തുറന്ന പുസ്തകം എടുത്ത് നിങ്ങൾ വായിക്കുക, നിങ്ങൾ നോക്കുക, ബൈബിളിൽ ഫോക്കസ് ചെയ്യുക ദൈവത്തിലേക്ക്. മനസ്സിലാകുന്നുണ്ടോ? ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക.
അതുകൊണ്ടാണ് പൗലോസ് ലീഗ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്, പൗലോസ് ലീഗ പ്രസംഗിക്കുന്ന വചനം അങ്ങനെ തന്നെയോ എന്ന് അവരെന്ത് ചെയ്തു? പരിശോധിച്ചു. ദിനം പ്രതി പൗലോസ് പ്രസംഗിക്കുന്ന വചനം, അത് പൗലോസ്, നമ്മളാണ് പൗലോസ് ലീഗ എന്ത് പറഞ്ഞാലും വിഴുങ്ങാൻ നിൽക്കും നമ്മളെ വന്നു കഴിഞ്ഞാൽ. പക്ഷെ അവരങ്ങനെയല്ല. ബരോവിലെ വിശ്വാസികള് പൗലോസ് പ്രസംഗിക്കുന്നത് അങ്ങനെ തന്നെയോ എന്ന് അവർ പരിശോധിച്ചോണ്ടിരിക്കും. വലിയ അത്ഭുത, കയ്യൊക്കെ അടിക്കുന്നുണ്ട്, സ്വോത്രമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഓരോ സ്വോത്രം പറയുമ്പോഴും ഓരോ ആമേൻ പറയുമ്പോഴും അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുക, പൗലോസ് പറയുന്നത് വചനപ്രകാരം കറക്റ്റ് ആണോ എന്ന്. ശ്രദ്ധിച്ചു നോക്കി. പറയുന്നത് ആരാ? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനെന്ന് പറയുവാൻ പദവിയുള്ള ലേഖനങ്ങളെ, ഏറ്റവും വലിയ ശക്തനായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയ പൗലോസ് ലീഗ പ്രസംഗിക്കുമ്പോൾ പോലും അവര് വചനത്തിൽ അങ്ങനെ തന്നെയോ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ മനസ്സിലായോ? അതിന്റെ കാര്യം അവർക്ക് മനസ്സിലായി. പൗലോസ് അല്ല വലുത്, ദൈവമാ വലുത്. പൗലോസ് അല്ല വലുത്, ദൈവത്തിന്റെ വചനമാ വലുത്. ദൈവത്തിന്റെ വചനത്തിൽ എന്തു പറഞ്ഞിട്ടുണ്ടോ അതിന് വിരോധമായതിനെ ഷെയ്ക്കാൻ എടുക്കാൻ പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു വിശ്വാസിയാണോ? ഞാൻ വിശ്വാസി അല്ലാത്തവരെ പറ്റില്ല പറഞ്ഞു. നിങ്ങൾ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് വചനത്തിലും പ്രാർത്ഥനയിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരു കൂടോത്രവും ഏക്കത്തില്ല കേട്ടോ. പക്ഷെ നമ്മളാ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. വേറെ ആഭിചാരക്കാരൻ എന്റെ വീടിന്റെ അയൽവക്കത്ത് വന്നിട്ടുണ്ട്, എനിക്ക് അറിയത്തില്ല, ഭയങ്കര പേടിയാ. അയാൾ വന്നപ്പം മുതൽ വീടിന്റെ അകത്ത് മൊത്തം വിഷയമാണ്. ഞാൻ ചോദിച്ചോട്ടെ, യേശുവിനേക്കാൾ വലുതാണ് മന്ത്രവാദി? ബൈബിൾ പറയുന്നു എന്റെ ഭവനത്തിൽ യേശു ഉണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു സ്റ്റിക്കർ ഇല്ല വീട്ടിൽ, യേശു ഈ വീടിന്റെ രക്ഷകൻ. നമ്മൾ പലപ്പോഴും സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കാറുണ്ട് അല്ലെ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. യോഹന്നാൻ ശ്ലീഹ 1-ാം സുവിശേഷത്തിന് 1-ാം വാക്യം, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെ ആയിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ച. ഞാൻ അതുകൊണ്ട് പലപ്പോഴും പറയുന്നത്, നിങ്ങൾ ഈ ലോകം മുഴുവൻ കറങ്ങി നടന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്, അവര് പോകാത്ത സ്ഥലമില്ല. കോട്ടയത്തുനിന്ന് കൊല്ലത്തൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒന്നും നോക്കത്തില്ല, ചാടി പുറപ്പെടും. തിരിച്ചു വന്ന സമയത്ത് ആരോട് പറയും, തിരുവനന്തപുരത്ത് ഒരു പ്രാർത്ഥന ഉണ്ട്, ഓടിപ്പൊക്കോ. പക്ഷെ ഓടി നടന്നിട്ടും വീടിന്റെ അകത്ത് മൊത്തം പ്രശ്നങ്ങളാണ്. പക്ഷെ ഏത് പ്രാർത്ഥനയ്ക്കും അവരുണ്ട്, പക്ഷെ പ്രശ്നം മാറുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? എവിടെയോ വചനത്തിന്റെ എവിടെയോ അവർക്ക് മിസ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ സഹോദരൻ പറയാറുണ്ട് ആന്റിയോട്, ആന്റി ഒന്നും ചെയ്യേണ്ടത്, ഇനി ഓട്ടം നിർത്തിയിട്ട് കർത്താവിന്റെ സന്നിധിയിൽ വചനം വായിച്ച് പ്രാർത്ഥന ഇരുന്നാൽ സകല കാര്യങ്ങളും മാറും. അയ്യോ അങ്ങനെയല്ല ബ്രദറെ, അവിടെ ഇവിടെ. എന്നെ കുഴപ്പമെന്ന് അറിയാം, നമ്മുടെ ചിന്തയിൽ അവിടെ ഇവിടെ അത്ഭുതം എന്നാണ്. അത്ഭുതം നിങ്ങളുടെ അകത്തായിരിക്കുന്നത്. ആമേൻ. അപ്പൊ വചനം പറയുകയാണ്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അപ്പൊ ദൈവം എന്റെ അകത്ത് വസിക്കുക വചനത്തിലൂടെ. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ ഇന്നു മുതൽ ഒരു വാക്ക്, ഞാൻ ഓരോ അധ്യായം ഒന്നും പറയുന്നില്ല, ഈ ഇപ്പൊ ഞാനിപ്പോ വായിച്ചത് അധ്യായം എന്നല്ല പറഞ്ഞത്, വചനം എന്നല്ല പറഞ്ഞല്ലേ. അതിനെങ്ങനെ പറഞ്ഞത്? വേഴ്സ് എന്ന് പറയുമ്പോഴേക്കും മലയാളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാ പറഞ്ഞത്? വേഴ്സ് എന്ന് പറയുമ്പോഴേക്കും വാക്യം എന്നല്ലേ? വാക്യം. മലയാളം അറിയാത്തോണ്ടല്ലേ, മലയാളം അറിയാത്തോണ്ടല്ല എനിക്ക് ആ വാക്ക് കിട്ടാത്തതുകൊണ്ടാണ്. വാക്യങ്ങൾ 2 വാക്യം വെച്ചൊന്ന് അതിൽ കൂടുതൽ വായിക്കാൻ പറ്റുന്നവർ വായിക്കണം. പക്ഷെ ഓവർ കോൺഫിഡൻസ് വേണ്ട. ഇന്ന് ഞാൻ ചിലരുണ്ട് 10 ബ്രദറെ, ഇന്ന് ഞാൻ 10 അധ്യായം വായിക്കും. ഒരധ്യായം പോലും നിങ്ങൾ വായിക്കത്തില്ല. ആദ്യം ബൈബിള് തുറന്നിട്ട് ഒരു റിലേഷനിലേക്ക് ഞാൻ കയറാൻ വേണ്ടി പോവാം. ബന്ധം. ഞാൻ എൻ്റെ ദൈവവുമായിട്ട് സംസാരിക്കാൻ പോവാണ്. ഇപ്പൊ മനസ്സിലായി, ഇങ്ങനെ വേണം ബൈബിള് വായിക്കാൻ. അപ്പൊ ബൈബിള് തുറക്കുന്ന സമയത്ത് കുറച്ചു നേരം ഇങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് പെട്ടെന്നൊരു വചനം നിങ്ങളുടെ കണ്ണിലേക്ക് പെടുകയാണ്. എന്നാ വചനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഓരോ വചനം വായിക്കുമ്പോഴും ദൈവം എന്നോട് സംസാരിക്കുകയാണ്, ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്, ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധത്തിൽ ഇങ്ങനെ പോവുക. അപ്പൊ ദൈവവുമായിട്ട് ബന്ധം വന്നാൽ എന്താ ഗുണം? നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവ് പറയും, നീ എന്റെ സ്വന്തമല്ലേ, നമ്മൾ എല്ലാ ദിവസവും ബന്ധപ്പെടുന്നില്ലേ, പിന്നെ എന്നാ വേണം, ഞാൻ ചെയ്തു തരും. ഇപ്പൊ മനസ്സിലായോ? ദൈവമായിട്ടുള്ള ബന്ധം. ഇപ്പൊ അതും കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവമായിട്ടൊരു ബന്ധത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ, നിങ്ങളൊരു ബന്ധനത്തിലോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലോ ഏതെങ്കിലും ഓവർകം ചെയ്യാൻ പറ്റാത്ത പാപ സ്വഭാവമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി, എല്ലാ ദിവസവും ആ സ്വഭാവമൊക്കെ തന്നെ പോകുന്നത് കാണാൻ പറ്റും. കാര്യം കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ഈ നിങ്ങൾ യേശു ക്രിസ്തു സക്കായി എന്ന് പറയുന്ന ഒരു ചുങ്കക്കാരൻ, ബൈബിൾ പറയുന്നു പാപികളും ചുങ്കക്കാരും. അപ്പൊ ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ പാപികളുടെ ലിസ്റ്റിലുള്ള സക്കായിയുടെ വീട്ടിൽ വന്നിട്ട് യേശു ക്രിസ്തു, സക്കായിയെ നീ ഭയങ്കര പാപിയാ കേട്ടോ,
നീ ചുങ്കക്കാരനും കൊള്ളപ്പലിശക്കാരനും ഒക്കെയാ, നീ ജന്മത്തിൽ ഗതി പിടിക്കത്തില്ല, നീ മുടിഞ്ഞു പോകുന്നു കർത്താവ് പറഞ്ഞില്ല. ഞാൻ നിന്റെ കൂടെ ഇന്ന് അത്താഴം കഴിക്കാൻ പോവാ. ശക്കായി ഓർത്ത് എന്റെ ദൈവം ഇന്ന് എന്റെ കാര്യം പോക്ക. കർത്താവ് വന്നിട്ട് എന്നോട് പറയും നീ ദുഷ്ടനാണ്, പാപിയാണ്, നീ നശിച്ചവനാന്നൊക്കെ പറയുന്ന വിചാരിച്ചു. ശിഷ്യന്മാർ ഓർത്ത് ഇന്ന് അവന്റെ കാര്യം പോക്ക. യേശു അവന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോ പുള്ളി വിങ്ങി പൊട്ടുക. പുള്ളിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പുള്ളിയുടെ അകത്തുള്ള ചുങ്കക്കാരന്റെ പാപ സ്വഭാവം വെച്ചുകൊണ്ട് പുള്ളിക്ക് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞു, കർത്താവെ, ഞാൻ ആൾക്കാരുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചു വാങ്ങിച്ചതിന്റെ ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കാം. യേശു പറഞ്ഞില്ല കൊടുക്കാൻ. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നിങ്ങളവിടെ നോക്കിയാൽ മതി. യേശു ഒന്നും മിണ്ടുന്നില്ല. പുള്ളി ഇങ്ങോട്ട് തന്നെ പറഞ്ഞോണ്ടി. കാര്യം എന്താ പറയുക, അവന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. യേശു ആ ഭവനത്തിൽ വന്നപ്പോൾ, കർത്താവുമായിട്ട് അവന് ബന്ധം വന്നപ്പം അവന് മനസ്സിലായി, അവൻ പിടിച്ചു പറിച്ചു വാങ്ങിച്ചതെല്ലാം മടക്കി കൊടുക്കുവാൻ തുടങ്ങി. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ വചനം വായിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, വചനം വായിക്കാൻ വേണ്ടി വായിക്കരുതേ. പിന്നെ എങ്ങനെ വായിക്കണം? ഇനി ഞാൻ എൻ്റെ ദൈവവുമായിട്ട് ബന്ധപ്പെടുക. ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്നൊരു സങ്കീർത്തനം തുറന്നിട്ട് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, യഹോവ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുന്നില്ല. ഇത് കേട്ട് ഞെട്ടരുത് കേട്ടോ. പെട്ടെന്നൊരു സങ്കീർത്തനം തുറക്കുമ്പോ ഈ വചനം കിട്ടുമ്പോൾ ചിലർ പേടിക്കും, ബ്രദറെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞില്ല, യഹോവ എന്നെ കീറിക്കളയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ പുതിയ നിയമം വായിക്കണം. പുതിയ നിയമത്തിൽ നിന്ന് ആരംഭിക്കണം. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച നിങ്ങൾ ദൈവത്തിന്റെ ശത്രുവല്ല, ദൈവത്തിന്റെ പുത്രരാണ്, പുത്രിയാണ്. ഈ ഒരു ഓർഡറിൽ വേണം ബൈബിൾ വായിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? അവകാശിയാണ്, സ്വന്തമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ ഇനി അന്യനല്ല, പരദേശിയല്ല, ദൈവത്തിന്റെ ഭവനക്കാരനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ വേണം ബൈബിൾ വായിക്കാൻ. അല്ലാതെ നമ്മൾ ഈ ദൈവമായിട്ട്, ബ്രദറെ എനിക്കിന്ന് പേടി മാറാൻ വേണ്ടി ഞാൻ ബൈബിൾ വായിക്കുക ബ്രദറെ, അല്ല, ഞാൻ എൻ്റെ ദൈവത്തോട് ബന്ധപ്പെടുകയാണ്. ദൈവത്തോട് ബന്ധപ്പെട്ടാൽ എന്നാ ഗുണമെന്നറിയാവോ? എൻ്റെ സകല കാര്യങ്ങളും അവൻ, ബൈബിളിൽ പറഞ്ഞ, നിങ്ങളുടെ രോഗക്കിടക്കുകയൊക്കെയും മാറ്റി വിരിക്കും. അവൻ വചനം അയച്ച് നിങ്ങളെ വിടിവിക്കും. യേശു പറഞ്ഞതുപോലെ, എന്നിൽ വസിപ്പിൻ, എൻ്റെ വചനം നിങ്ങളിലും വസിപ്പിൻ. കാണാപ്പാഠം പഠിക്കാനല്ല കർത്താവിടെ പറയും. കാണാപ്പാഠം പഠിക്കാൻ ആർക്കും പറ്റും. ഞാൻ ഇന്നാള് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഹിന്ദി ചില വാക്കുകൾ നമുക്ക് സ്കൂളിൽ പഠിച്ചപ്പോൾ അറിയാമെന്നല്ലാതെ, പക്ഷെ ഒരു ഹിന്ദി പാട്ട് ഒരു 100 പ്രാവശ്യം കേട്ടാൽ ഞാൻ അത് തത്ത പാടുന്ന പോലെ പാടിക്കൊണ്ടിരിക്കും. എനിക്ക് അർത്ഥമൊന്നും അറിയത്തില്ല. പലരും ഇങ്ങനെ ബൈബിൾ പഠിച്ചു വെച്ചേക്കുന്നത്. ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുകയും ഞാൻ ദൈവത്തോട് ബന്ധപ്പെടുകയും ചെയ്യുന്നതാണ് വചനം. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ വേണം നാം ബൈബിളിനെ അപ്രോച്ച് ചെയ്യുവാൻ. ഇങ്ങനെ നിങ്ങൾ ബന്ധപ്പെട്ട, എന്നോട് കർത്താവ് പറഞ്ഞാണ്, നാം ദൈവവുമായിട്ട് ബന്ധം വരികയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങളുടെ അഡീഷനുകൾ, മൊബൈലിന്റെ ഉപയോഗം അമിതമായിട്ടുള്ളവരുണ്ടല്ലോ, അത് മാറാൻ പഠിച്ചത് എന്തുകൊണ്ടാണ് മാറാത്തെന്നറിയാവോ? അതെന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ട് പോകാത്തെന്നറിയാവോ? നിങ്ങൾ അതിനു വേണ്ടി മാറാൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും. നിങ്ങൾ ദൈവത്തെ ക്ഷണിക്കാത്തത്. ദൈവം വന്നാൽ തന്നെ മാറും. ദൈവമായിട്ട് ബന്ധം ഒന്ന് പുതുക്കിക്ക്. സക്കായിയുടെ സ്വഭാവം എന്നായിരുന്നു? കട്ടും മുടിപ്പിച്ചും ചുങ്കം പിരിച്ച് ഇരട്ടി മേടിക്കുന്നയാളാ. പക്ഷെ കർത്താവ് ഭവനത്തിൽ വന്നപ്പോൾ അവന് രൂപാന്തരം ഉണ്ടായി. ബന്ധമാണത്. ആ വീടുമായിട്ട് യേശു ബന്ധപ്പെട്ടു. നിങ്ങളുമായിട്ട് കർത്താവിന് എന്നാ ബന്ധമുള്ളത്? വചനത്തിലൂടെ എല്ലാ ദിവസവും സംസാരിക്കുക. അതൊരു ശീലമാക്കുക. ഒന്ന് ചെയ്തു നോക്കിക്കുക. എന്നിട്ട് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ഒന്ന് കണ്ടു നോക്കിയേ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ സാക്ഷിയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അജിത്തിനെ ദൈവം സ്പർശിക്കുക. അജിത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പറയുക. അജിത്തിന്റെ ഭാവിയെ സ്വർഗത്തിലെ ദൈവം ഇന്ന് സ്പർശിക്കുക. അജിത്തിനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അജിത്തിനൊരു സഹോദരിയെ ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് മകളുടെ മേലുണ്ടാകുക. ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 13 എന്നൊരു ഡേറ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക കലണ്ടറിൽ. 13, ആ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട് 13 എന്നൊരു ഡേറ്റ്, ഒരു തീയതി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ അത്ഭുതകരം എന്നവിടെ ഉണ്ടാകും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ കൂടെ ഇന്ന് ഈ ദിവസങ്ങളിൽ ബൈബിള് വായിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവം നിങ്ങളോട് സംസാരിക്കുക. 2 തരം ഫീലിങ്സുകളെ ഞാൻ പറഞ്ഞു. ഈ 2 ഫീലിങ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ, 2 ഫീലിങ്സുകളോട് ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജഡം എവിടെയൊക്കെയോ അതിനെ ബ്ലോക്ക് ചെയ്യുക. അതിന് ഭയപ്പെടണ്ട. നിങ്ങൾ ഇന്ന് മുതൽ കർത്താവിന്റെ വചനം ഒന്ന് വായിച്ചു തുടങ്ങി. സമയമില്ലെന്ന് പറയരുത്. ഒരു വാക്യം വായിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. നമ്മൾ എത്രയോ സ്റ്റാറ്റസുകൾ വായിക്കുന്നവരെ ഒരു ദിവസം. നിങ്ങളുടെ ഫോണിൽ വരുന്ന എത്രയോ സ്റ്റാറ്റസുകൾ നമ്മൾ നിർത്താതെ വായിക്കത്തില്ലേ?
എത്ര നിങ്ങൾ ചിന്തിച്ച് നോക്കി, എത്ര സ്റ്റാറ്റസ് മെനക്കെട്ട് ഇനി സമയമില്ലെങ്കിൽ പോലും ഏതെങ്കിലും സുഹൃത്ത് ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ നമ്മൾ നിന്നത് വായിക്കാൻ സമയമെങ്കിൽ ഒരു 2 വാക്യം, ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഒന്ന് വായിച്ചു തുടങ്ങിക്കേ. ദൈവവുമായിട്ട് ഞാൻ ബന്ധപ്പെടുക. എന്നിട്ട് നിങ്ങൾ പറ, നിങ്ങളുടെ പ്രശ്നം അവിടെ, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞ, അവിടെ കാണത്തില്ല, ആ പ്രശ്നം മുഴുവനും മാറിയിരിക്കും. ഹല്ലേലൂയ. സ്വർഗീയ നല്ല പിതാവെ, ഞങ്ങൾ തമ്മിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ചേ. ഞാൻ 1-2 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞാനത് അടുത്ത ദിവസങ്ങളിലൊക്കെ അത് പറയാൻ വേണ്ടി, വിതയ്ക്കുന്നതിനെ പറ്റി പറയാൻ വേണ്ടി ഇരുന്നപ്പോൾ അത് പറയാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൊ കുറെ ആളുകൾ മിനിസ്ട്രിയിൽ വിതയ്ക്കുന്നതായിട്ട് വായിച്ചു. ഞാൻ കുറെ ആൾക്കാർക്ക് തിരിച്ചു റിപ്ലൈ ചെയ്തായിരുന്നു. നിങ്ങൾ ഏത് സഭയിലാണോ കൂടുന്നത് ആ സഭയിൽ നിങ്ങൾ കർത്താവിന്റെ വേലയിൽ വിതയ്ക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർത്താവിന്റെ വേലയിൽ, സുവിശേഷ വേലയിൽ വിതയ്ക്കുന്ന കാര്യം, ഓഫറിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. തൈത്ത് എന്നൊക്കെ ബൈബിളിൽ കാണാൻ പറ്റും. ഞാനത് ഒരു ദിവസം ഒരു വചനത്തിൽ നിന്ന് തന്നെ സംസാരിക്കാൻ ഇരുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ചില ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ചില മെസ്സേജ് ഞാൻ കാണാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയോഗം, മനസ്സിലൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്, ഈ മിനിസ്ട്രിയിൽ കർത്താവിന്റെ വേലയിൽ വിതയ്ക്കുവാൻ മനസ്സിലൊരു തോന്നൽ, നിങ്ങൾക്ക് പ്രേരണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സംസാരിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അങ്ങനെ വിതയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഭയിൽ, നിങ്ങളായിരിക്കുന്ന ആ കൂട്ടായ്മയിൽ, അവിടെയുള്ള സുവിശേഷ വേലയിൽ നിങ്ങൾ വിതച്ചാൽ മതി, പ്രേരണ ഉണ്ടെങ്കിൽ മാത്രം. മനസ്സിലാവുന്നത് ഉള്ളിൽ അങ്ങനെ വരിക, ബ്രദറെ ഇങ്ങനെ ഒരു മിനിസ്ട്രിയിൽ എനിക്ക് വിതയ്ക്കാൻ തോന്നുന്നു, കർത്താവിന്റെ വേല. പക്ഷെ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും വിതച്ചിരിക്കണം, ഏത് സഭയിലും സുവിശേഷ വേല. അത് നിങ്ങളുടെ അനുഗ്രഹമാണ്, കിട്ടാൻ വേണ്ടി നിങ്ങൾ വിതയ്ക്കുകയല്ല. ഞാനത് പിന്നീട് പറയാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ ഒത്തിരി ആളുകൾ ഇങ്ങനെ അത് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്ക് ഒരാളോട് പറയാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് എന്നെ ലൈവിൽ കേൾക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മിനിസ്ട്രിയിൽ, ഈ മിനിസ്ട്രിയിൽ വിതയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, പ്രേരണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനെ ചോദിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ചോദിക്കരുത്. നിങ്ങളായിരിക്കുന്ന സഭകളിൽ നിങ്ങൾ വിതയ്ക്കുക, ആ കൂട്ടായ്മയിൽ വിതയ്ക്കുക. വിതയ്ക്കുന്ന സമയത്ത് ഓർത്തോണം, കിട്ടാൻ വേണ്ടി വിതയ്ക്കുകയല്ല, ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ വിതയ്ക്കുന്നു, കർത്താവ് എനിക്ക് നന്മ തന്നുകൊണ്ട് ഞാൻ വിതയ്ക്കുന്നു, അങ്ങനെ വിതയ്ക്കാവുള്ളൂ. അല്ലാതെ വിതയ്ക്കരുത്, കിട്ടാൻ വേണ്ടി ആരും വിതയ്ക്കരുത്. കാര്യം വിതയ്ക്കുന്നവൻ കൊയ്യെന്ന് പറഞ്ഞാൽ വിത്തുള്ളവനെ കൊയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം എനിക്ക് വിത്ത് തന്നതുകൊണ്ടാണ് കൊയ്യാൻ പറ്റുന്നത് എന്നത് കയറി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കത് ഇനി അങ്ങനെ ചോദിക്കാൻ നിൽക്കുന്നതോടെ ഞാൻ പറഞ്ഞു, പ്രേരണ ഉണ്ടെങ്കിൽ മാത്രമേ മെസ്സേജ് അയക്കാവുള്ളൂ, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ ചോദിക്കുക, അതില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇനി മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ ആവേശത്തിൽ ഒന്നും ചോദിക്കേണ്ട. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രോഗമുള്ള ഭാഗത്ത് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച്, സ്വർഗീയ നല്ല പിതാവേ, കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഇന്ന് ദൈവം നമ്മുടെ മേൽ സ്പർശിക്കുന്നല്ലോ. ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈ അവിടെ വെച്ച്, ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, അങ്ങയുടെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്. ഈ വചനം ദൈവം എന്നോട് സംസാരിക്കുന്നതാണ്. എന്റെ ആ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ടെന്ന് ഡയറക്റ്റ് പറയുന്നതാ ഈ വാക്യം. ഒന്ന് ബന്ധപ്പെട്ടെ ഈ വചനവുമായിട്ട്, ദൈവവുമായിട്ടൊന്ന് ബന്ധപ്പെട്ടെ. ഇപ്പം ഈ നിമിഷം ഏത് രാജ്യത്തിരുന്നുകൊണ്ട്, ഏത് രോഗത്തിലിരുന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം കൈയെടുത്ത് വെച്ചിട്ട് പറ, യേശുവിന്റെ മുറിവിൽ എന്റെ രോഗത്തിൽ സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. ഇന്ന് ഈ നിമിഷങ്ങളിൽ കടഭാരത്തിലിരിക്കുന്നവർ പറയണം, എന്റെ ദാരിദ്ര്യം യേശു ക്രൂശിൽ വഹിച്ചതാ, ഞാൻ വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. കുടുംബത്തിൽ സമാധാനമില്ലാതിരിക്കുന്നവർ പറയണം, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എനിക്ക് വേണ്ടി സമാധാനത്തെ ഉണ്ടാക്കി. നന്മയും കരുണയും എന്റെ പുറകെ വരും. എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ജാതികളുടെ മധ്യേ എന്റെ സന്തതികളെയും, വംശങ്ങളുടെ മധ്യേ എന്റെ പ്രജയം അറിയും. അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഞാനത് കേൾക്കും. യേശുവെ ആരാധന. ലോകരാജ്യങ്ങളിൽ പോയി ഞാൻ യേശുവിന്റെ സാക്ഷിയാവും. ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇത് പ്രതികൂലത്തിന്റെ അവർ നിൽക്കുന്നവരുണ്ട്, ഈ ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ഈ നിമിഷം സകല ബന്ധനങ്ങളും വിട്ടുമാറട്ടെ. പുതുതായി കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കട്ടെ. എല്ലാ വിഷയങ്ങളും നീങ്ങട്ടെ. ഈ ദിവസങ്ങളിൽ കൂട്ടായ്മ ആചരിക്കാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുവാണോ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മിസ്സാക്കരുത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ കൂട്ടായ്മ നിൽക്കുന്നയാളോ നടത്തുന്നയാളോ മിടുക്കൊന്നുമല്ല. ഇതിന്റെ അകത്ത് കർത്താവ് ഉണ്ടെന്ന് എനിക്കറിയാം. ഈ കൂട്ടായ്മയിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും. കൂട്ടായ്മ ആചരിക്കുക, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളെ നിറയ്ക്കുക. ഈ ദിവസങ്ങളിൽ വചനം വായിക്കുക. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചെയ്ത അത്ഭുതങ്ങൾക്കായി സ്തുതി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഇപ്പോൾ ഈ നിമിഷം ഈ പ്രാർത്ഥനാ വിഷയങ്ങളല്ല, സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്.
വലിച്ചു നീട്ടി പറയരുത്. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു അങ്ങ് പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ വേണ്ട, സാക്ഷ്യമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഉള്ളവർക്കുണ്ടെങ്കിൽ പറയാം. പറയുമ്പോൾ നിങ്ങളിപ്പോൾ രോഗസൗഖ്യമാണെങ്കിൽ ഇന്ന അസ്വസ്ഥത എനിക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ബുദ്ധിമുട്ടിയായിരുന്നു, കർത്താവിനെ സൗഖ്യമാക്കി, ഇന്നൊരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നു, അത് പറയുക. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇത് പറയാൻ വേണ്ടി നിങ്ങൾ പറയുകയല്ല, നിങ്ങൾ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞ് ശീലിക്കുക. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങൾ അത് സമയപരിമിതി മാത്രമല്ല, നിങ്ങൾ അങ്ങനെ ശീലിക്കണം. കാര്യം ഇനി ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇനി നിങ്ങളുടെ സ്ഥിതികളെ ദൈവം മാറ്റിയിരിക്കും, ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒത്തിരി ഇനി പറയാനുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാത്തിനും നമുക്ക് സമയം ആവശ്യമാണ്. ഇന്ന് മുതലേ ഇപ്പൊ ഒരു സാക്ഷി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നാളെ 100 സാക്ഷ്യം വന്നാൽ എന്നാ ചെയ്യും? ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല, പറഞ്ഞേ പറ്റത്തുള്ളൂ. കാര്യം നിങ്ങളുടെ സാക്ഷ്യം കൊണ്ട് അനേകർക്ക് പുറത്തു വരാനുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ ശീലിക്കണം. കർത്താവിന്റെ നാമത്തിൽ ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ, കർത്താവിന്റെ സാക്ഷ്യം പറയാൻ ആർക്കുണ്ടെങ്കിൽ, നിങ്ങൾ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞു നിർത്തണം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാനുള്ള സമയമാണ്. പിന്നെ വിതയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഇനി നിങ്ങൾ ആ സംശയം ഉള്ളവരോട് ഞാൻ പറയുന്നു, ഇത് ലൈവിൽ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഹൃദയത്തിൽ അങ്ങനെ തോന്നലുണ്ടെങ്കിൽ മാത്രം ഈ മിനിസ്ട്രിയിൽ ചേർന്ന് നിൽക്കണമെന്ന്, വിതയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. അല്ലാത്ത വശം നിങ്ങളായിരിക്കുന്ന സഭയിലെ വിതയ്ക്കാവുള്ളൂ, നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിലെ വിതയ്ക്കാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഞാനിത് പറയേണ്ടത് വിചാരിച്ചാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഗലാത്യ ലേഖനം വായിക്കുന്ന സമയത്ത് സുവിശേഷം പഠിക്കുന്നവൻ എന്ത് ചെയ്യണം, കൊടുക്കണമെന്നൊരു വാക്യമുണ്ട്. ഞാൻ പിന്നീട് അത് മാറ്റി വെച്ചത് പഠിച്ചു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ ആളുകൾ വരുമ്പോൾ ഞാൻ ഓർത്ത്, ദൈവം അവർ ഹൃദയത്തിൽ തോന്നുന്നത് എങ്കിൽ എനിക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുള്ളൂ, ഞാനുമായിട്ട് ബന്ധപ്പെടാവുള്ളൂ. ഇല്ലെങ്കിൽ വേണ്ട. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യത്തിന്റെ സമയമാണ് ഈ നിമിഷം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എല്ലാ ദിവസവും വചനത്തിൽ ബലപ്പെടണം, കർത്താവിന്റെ കൂട്ടായ്മയിൽ ശക്തിപ്പെടണം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു തുടങ്ങിയാൽ. എന്റെ മോനും അജിത്താണ്. രണ്ടാമത്തെ അടയാളം ബ്രദറെ, അതിൽ പെങ്ങളെ സിസ്റ്റർ ഉണ്ട്. അവൾ ഇന്നും എന്നോട് ഈ പ്രാർത്ഥനയുടെ തൊട്ട് മുമ്പ് വരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചത് അവളുടെ ഫ്യൂച്ചറിനെ പറ്റി മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവളുടെ പല അടയാളങ്ങൾ ബ്രദർ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാനും അത് ഏറ്റെടുക്കുന്നു. കർത്താവ് സംസാരിച്ചതാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. അത് കുടുംബമായിട്ട് അതുമായിട്ട് ഇത് അജിത്ത് എന്ന് പറഞ്ഞ സഹോദരൻ ഭയങ്കര മദ്യത്തിനൊക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു സഹോദരി അജിത, അവളുടെ ഒരു മോള് 13 വയസ്സുള്ള ഒരു മോളുണ്ട്. അജിതയുടെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്ന് കിടക്കുകയാണ്. അപ്പോഴാ കുടുംബം മുഴുവനുമായിട്ട് ദൈവത്തിൽ വരാനും ഒക്കെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു മിനിറ്റ്. അജിത്തിന്റെ സഹോദരി 13 എന്തായിരുന്നു പറഞ്ഞേ? 13 എന്നൊരു നമ്പര് കാണിക്കുന്ന ദേവദാസൻ പറഞ്ഞിരുന്നപ്പോഴ് ആ സഹോദരിയുടെ മോൾക്ക് 13 വയസ്സാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അടയാളം ശ്രദ്ധിച്ചോണം. കർത്താവിന്റെ ആലോചന വന്നപ്പോ അല്ല, ദേവദാസൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിത്ത് എന്ന് പറഞ്ഞൊരു പേര്, അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകള് അങ്ങനെ 13 ഒരു നമ്പര് കാണിക്കുന്നു പറഞ്ഞു. 13 നമ്പർ കാണിക്കുന്നു പറഞ്ഞ. തീർച്ചയായിട്ടും അങ്ങനെ അടയാളം ശ്രദ്ധിച്ചോണം, അത് ഏറ്റെടുത്തോണം. ബ്രദറെ, എന്റെ ഹസ്ബൻഡിന്റെ പേര് അജിത്ത് എന്നാണ്. അജിത്തിനൊരു പെങ്ങളുണ്ട്. പക്ഷെ 13 എന്നുള്ളത് എന്താണെന്ന് അറിയത്തില്ല എനിക്ക്. 13 എന്നുള്ള ഡേറ്റ് എന്ന് പറഞ്ഞത് ഒരു സെക്കൻഡ് സിസ്റ്റർ, 13 ഡേറ്റ് പറഞ്ഞത് എന്താന്ന് അറിയത്തില്ല. പെങ്ങളുണ്ട്. അജിത്ത് എന്നാണ് എന്റെ ഹസ്ബൻഡിന്റെ പേര്. ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണിച്ചത് അജിത്തിനെ കാണിച്ചു. അജിത്തിന് ഒരു പേര് എന്നെ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിത്തിന് ഒരു സഹോദരിയെ കർത്താവ് കാണിക്കുന്നു. അതോടൊപ്പം തന്നെ 13 എന്നൊരു എന്താ പറയുന്ന ഒരു ഡേറ്റ് പോലെ, നമ്പർ പോലെ ഞാൻ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഡേറ്റ് ആണോ നമ്പർ ആണോ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ നമ്പർ ഇതിങ്ങനെ ആ സംഖ്യ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ അടയാളം ശ്രദ്ധിച്ചോണം. അജിത്ത് എന്നുള്ള പേര് കിട്ടിയിട്ട് കാര്യമില്ല. ഈ പെങ്ങള് മാത്രം പോരാ, ഈ 13 കൂടെ ഒരു കണക്ഷൻ വേണം. ഈ 3 അടയാളങ്ങൾ നിങ്ങളുമായിട്ട് പറഞ്ഞ വ്യക്തിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പെങ്ങള് അജിത, അവരുടെ മോക്കാണ് 13 വയസ്സ്. 13 എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. എന്തായിരുന്നു അവിടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്? അവിടെ അജിത്ത് എന്ന് പറഞ്ഞ സഹോദരന് അത് ഭയങ്കര മദ്യത്തിനൊക്കെ അഡിക്റ്റ് ആണ്. നമ്മൾ ചർച്ച വിളിച്ചിട്ട് പോലും വരുന്നില്ല. പെങ്ങള് ഇവന് വേണ്ടിയിട്ടും ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ എടുക്കുന്നുണ്ട്. അജിതയുടെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്ന് കിടക്കണം ഒരു വശം. അതുകൊണ്ട് ഈ 13 വയസ്സുള്ള മോള്, ഇവരൊക്കെ ഭയങ്കര ഭാരത്തോടിരിക്കുകയാണ്. കാരണം അവർക്ക് നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ പോയി സിസ്റ്റർ പ്രാർത്ഥിക്കണം. ദൈവം ഇടപെട്ടത് കൊണ്ട് സിസ്റ്റർക്ക് അവിടെ പോയി സംസാരിക്കുമ്പോൾ അതിനുള്ള ശക്തി കർത്താവ് തരും.
ധൈര്യമായിട്ട് സംസാരിച്ചു. ഈ ആലോചനയും മുറുക്കെ പിടിച്ചോണ്ട് പൊക്കോ. ഈ ആലോചന കുടുംബത്തിന്റെ മേൽ സിസ്റ്റർ പറയുന്ന വാക്കുകളെ കേൾക്കുവാനും അവിടെ ഒരു അത്ഭുതം സൃഷ്ടിക്കുവാനും ഈ ആലോചനയ്ക്ക് കർത്താവിന്റെ കൃപയാൽ കഴിയും. ആ കുടുംബത്തെ വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ്. വിസിറ്റ് ചെയ്യണം, അവരോട് പോയി സംസാരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കെങ്കിലും പറഞ്ഞു? ഇത് ഞങ്ങൾക്കും ഏറ്റെടുക്കാമല്ലോ. തീർച്ചയായിട്ടും ഇഷ്ടം. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇങ്ങനെ ഒരു ആലോചന ഇടപെടുമ്പോ ഏത് ആലോചന ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് വേണ്ടി കർത്താവിന്റെ ആലോചന വെളിപ്പെടുമ്പോ നമുക്ക് ആർക്കും ഏറ്റെടുക്കാം സിസ്റ്ററെ, ആർക്കും ഏറ്റെടുക്കാം. കർത്താവിന്റെ നാമത്തെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന വ്യക്തിയാണ് കർത്താവ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ പലപ്പോഴും ഉദാഹരണം ഞാൻ പറയാറുണ്ട്. ഇപ്പം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്, കർത്താവിന്റെ തിരുമുറിവിനാൽ ഇന്ന വ്യക്തിക്ക് വേണ്ടി. ഇപ്പൊ ഞാൻ പറയുന്നു, ഒരു ഉദാഹരണം, ഷാജി എന്ന് പറയുന്ന ഒരാളെ കർത്താവിന്റെ തിരുമുറിവിൽ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ, അപ്പുറത്ത് രോഗി ഇരിപ്പുണ്ടെങ്കിൽ പുള്ളിക്കും സ്വീകരിക്കാം കേട്ടോ, ധൈര്യമായിട്ട് സ്വീകരിച്ചു. എന്റെ കുടുംബത്തിലോ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കും. കർത്താവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട്. പറഞ്ഞോ. ഞാൻ രണ്ട് ദിവസമായിട്ടും ഭയങ്കര മഴ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, എല്ലാവരും ശ്രദ്ധിച്ചേ. ഇതിപ്പോ സാക്ഷ്യത്തിന്റെ സമയമാണ്. നിങ്ങൾക്കിപ്പം പ്രാർത്ഥന കഴിഞ്ഞു, വചനം കഴിഞ്ഞു. നിങ്ങൾക്ക് തുടരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ചെയ്ത് പോകാം. നിങ്ങൾ ആവശ്യമില്ലാതെ ശ്രദ്ധിച്ചിരിപ്പല്ലോ. ഒന്നാമത് മ്യൂട്ട് മാറ്റി നിങ്ങൾ സംസാരിക്കരുത്. ഞാൻ വളരെ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം. പ്രാർത്ഥന തീർന്നു. ഞാൻ പറഞ്ഞത് നിർബന്ധമില്ല പ്രാർത്ഥനയെ തുടരണമെന്ന്. ശ്രദ്ധിക്കുന്നവർക്കിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്താട്ടെ. ഇപ്പൊ പറയാൻ തുടങ്ങിയ സഹോദരി മാത്രം മ്യൂട്ട് മാറ്റിയിട്ട് പറയാൻ തുടങ്ങിയാട്ടെ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. സുമ സിസ്റ്റർ മ്യൂട്ട് ചെയ്ത്, സൂസമ്മ സഹോദരി മ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഹലോ. കഴിഞ്ഞ ദിവസം മുഴുവനും നല്ല മഴ. അപ്പൊ എനിക്ക് പെയിന്റ് അടിക്കണമായിരുന്നു. പെയിന്റ് അടിക്കാൻ മഴ ആയതുകൊണ്ട് ഇത് തന്നെ ഏറ്റെടുത്തോണം. ഞാൻ പറഞ്ഞ ശരി, ഞാൻ സമ്മതിച്ചു. മഴ പെയ്യത്തില്ല, എന്റെ ദൈവം വലിയവനാണ്, എന്നോടൊപ്പം തന്നെ ഉണ്ട്. ഞാൻ എല്ലാ ആവശ്യങ്ങളും എന്റെ ദൈവം ആണ് കൂട്ടുപിടിക്കുന്നത്. 2 ദിവസമായിട്ട് ഒരു ശകലം പോലും ഇല്ല. പെയിന്റ് അടി കഴിഞ്ഞു. ഇന്ന് എന്നോട് ചോദിച്ചു, നീ ഏത് സഭയിലാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഓർത്തഡോക്സാ. പക്ഷെ ഞാൻ ജീവനുള്ള ദൈവത്തെയാണ് ഡയറക്റ്റ് ആണ് വിളിക്കുന്നത്. എന്റെ ദൈവമാണ് എനിക്ക് സകലത്തിനും മതിയായവനെന്ന് ശരിക്കും അനുഭവമാണ്. ഒരു ശകലം പോലും മഴ പെയ്യാതെ നല്ല വെയിലും നല്ല കാലാവസ്ഥയിലും പെയിന്റ് അടി മുഴുവനും കഴിഞ്ഞു. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിക്കുക. എപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മുടെ ഏത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിശ്വാസത്തെ ഉപയോഗിക്കുമ്പോൾ ആ വിഷയം മാറുമ്പോൾ, നമുക്കത് ചെറിയ വിഷയമായിട്ട് മറ്റൊരാൾക്ക് തോന്നിയാലും നിങ്ങൾ അതിൽ സക്സസ് ആയി, നിങ്ങളുടെ വിശ്വാസം അവിടെ ആക്റ്റീവായി തുടങ്ങിയെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇനിയും സൗകര്യം പ്രാർത്ഥിക്കുക, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തെ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കർത്താവ് അത് വളർത്തും. ഗോഡ് ബ്ലസ് യു. കൊടുത്ത സാക്ഷ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പറഞ്ഞു. ഹലോ ബ്രദർ. എന്തോ പറഞ്ഞു? ഹലോ ബ്രദർ. എന്തോ പറഞ്ഞോ? കേൾക്കുന്നുണ്ട്. കേൾക്കാമോ? പറഞ്ഞു. ഒരു വിഷയം. എനിക്ക് 5 ദിവസമായി അർജുൻ പറഞ്ഞവരെ ലോറിയിൽ മണ്ണിന്റെ അടിയിൽ പെട്ട് കർണാടകയിലെ, അതൊരു വിഷയം ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അനേകം ആൾക്കാര് ഇപ്പൊ കുട്ടികളെ സീരിയസ് ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞതാണ് ഈ നിപ്പ മൂലം. അത് ചെള്ളുപ്പനിയാണെന്നും പറഞ്ഞു. ഒരു കുട്ടി സീരിയസ് ആണ് അത്ര. 14 തീർച്ചയായിട്ടും ഞാനത് കണ്ടപ്പോൾ തന്നെ, അത് നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു ആ വാർത്ത. അതെല്ലാം കണ്ടപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് പ്രാർത്ഥിച്ചിരുന്ന സഹോദരന് വേണ്ടി. കർത്താവിന് മാത്രമേ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. നമ്മളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ആ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ രാവിലെ അത് കണ്ടപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു, കർത്താവ് അങ്ങേക്ക് മാത്രമേ ഉള്ളൂ കഴിയത്തുള്ളൂ. കാര്യം നമുക്കൊരു രക്ഷാപ്രവർത്തനത്തിന്റെ പരിമിതിയുണ്ട്. നമ്മൾ ഒരുമിച്ച് അത് പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ വ്യക്തിപരമായിട്ടും ഏത് വാർത്ത കണ്ടാലും, ഏത് ദുരന്ത വാർത്ത കണ്ടാലും, ഏത് ദുഃഖ വാർത്ത കണ്ടാലും, ഏത് പ്രശ്നത്തിന്റെ വാർത്ത കണ്ടാലും, പത്രത്തിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, നിങ്ങൾ ആ പത്രത്തിലോ സോഷ്യൽ മീഡിയയിലോ കൈവച്ച് നിങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് എന്റെ യേശു, നമുക്ക് അധികാരമുണ്ട്. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ഹിതം പോലെ അവിടെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം അത് ചെയ്യും കേട്ടോ. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്നും പ്രാർത്ഥിക്കണം ആ കുടുംബത്തിന് വേണ്ടി കേട്ടോ. ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥന പറഞ്ഞതിന്. ഇല്ലല്ലോ, കുഴപ്പമില്ല. നന്നായി പ്രാർത്ഥിച്ചു പറഞ്ഞത്. നമുക്ക് ഒരുമിച്ച് ഇപ്പൊ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. കർത്താവെ, ഞാനത് ഓൾറെഡി പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ചിലത് കണ്ടു കാണത്തില്ലായിരിക്കും വാർത്ത. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ,
രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ആ മകൻ കർത്താവ് ഈ ദിവസങ്ങളിൽ മണ്ണിനടിയിൽപ്പെട്ട് വളരെ ഭാരപ്പെടുന്നല്ലോ. ആ വാഹനത്തിന്റെ ഒപ്പം ആയിരിക്കുന്നല്ലോ. നമുക്ക് എല്ലാവരും പ്രാർത്ഥിച്ചു, എന്റെ യേശുവെ അങ്ങ് സഹായിക്കണം, അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കണം കർത്താവെ. ഞങ്ങളിന്ന് വിശ്വസിക്കുന്നപ്പോൾ ഞങ്ങൾ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുന്ന യേശുവെ, നഷ്ടപ്പെടാതെ കർത്താവെ വലിയൊരു അത്ഭുതം ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പ മനുഷ്യക്ക് ബുദ്ധിയിലെല്ലാം അവസാനിച്ച മട്ടാണ്, പക്ഷേ കർത്താവെ അങ്ങേക്ക് കഴിയുമല്ലോ. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവെ, ആ കുടുംബത്തെ സഹായിക്കണം, ആ കുടുംബത്തെ സഹായിക്കണം കർത്താവ്. ആ രോഗത്താൽ ഭാരപ്പെടുന്നവരെയും സഹായിക്കണേ അപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്നും പ്രാർത്ഥിക്കുക, തുടർന്നും പ്രാർത്ഥിക്കുക. എന്തോ പറഞ്ഞു? ഞാൻ കഴിഞ്ഞ ഈ 2-3 ദിവസം മുമ്പ് ബ്രദറിനെ വിളിച്ചായിരുന്നു, എനിക്ക് കിട്ടിയില്ല. ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞായിരുന്നു. ഞാൻ സാമ്പത്തിക ഒത്തിരി പ്രയാസത്തെ കൂടി ഞാൻ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്ത് ഞാൻ വോയിസ് ഇട്ടപ്പം ബ്രദർ എനിക്ക് മറുപടി തന്നായിരുന്നു. ഇന്നലെ എനിക്ക് ആ പൈസ കൊടുക്കാൻ രാത്രി 12 മണിയായപ്പോ അവരെന്നോട് പറഞ്ഞു, ഇന്ന് 10 മണിക്ക് പൈസ തന്നില്ലെങ്കിൽ ഭയങ്കര വിഷയം ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ ഞാൻ ബ്രദർ പറയുന്ന വചനങ്ങളൊക്കെ എഴുതി വെച്ച് ഏറ്റു പറഞ്ഞ് എപ്പോഴും പറഞ്ഞു, കർത്താവ് എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അങ്ങ് അത്ഭുതം ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചു. ബ്രദറെ, ഇന്ന് ആ 10 മണിക്ക് മുമ്പ് ഞാൻ അവരുടെ അക്കൗണ്ടിൽ പൈസ ഇടാൻ എനിക്ക് ദൈവം സഹായിച്ചു. പ്രാർത്ഥിച്ചതിന് നന്ദി ബ്രദറെ. അത് പറയാൻ വേണ്ടി പൈസ. ആമേൻ. തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ്. തക്ക സമയത്ത് ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയ സൗരി പറഞ്ഞു കേട്ടില്ലേ? ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ചുരുങ്ങിയ സമയം മുമ്പിലുള്ളൂ. ഒരു സെക്കൻഡ്, ആകെ ഉള്ളത് കർത്താവിന്റെ വചനമാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ആ വചനങ്ങൾ ഏറ്റു പറഞ്ഞു. തക്ക സമയത്ത് അക്കൗണ്ടിൽ ആ പൈസ ഇടയായി തീർന്നു. അതാണ് റൈറ്റ് ടൈം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഒരുക്കിയ നന്മയ്ക്കായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഞാൻ കിഡ്നി രോഗിയാണ്, ഡയാലിസിസ് ചെയ്യുന്നു. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായും സഹോദരൻ, നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. സഹോദരൻ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പറഞ്ഞോണം, യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യം വരും. യേശുവിന്റെ മുറിവിനാൽ എനിക്ക് പുതിയ അവയവം, കിഡ്നി എനിക്ക് ഉണ്ടായി. ഞാൻ അത് വിശ്വസിക്കുന്നു. ഒരു നിമിഷം ബ്രദർ ഒന്ന് കണ്ണടച്ച്. നമ്മൾ ആ സഹോദരന്റെ പ്രയർ റിക്വസ്റ്റ് എല്ലാവരും കേട്ടതാണല്ലോ. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചു. ബ്രദറെ 2 കൈ എടുത്ത് ബ്രദർ ആ കിഡ്നിയുള്ള ഭാഗത്തോട്ട് വെച്ചു, ശരീരത്തിലോട്ട് കൈയൊന്ന് വെച്ച്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ അതിന്റെ പ്രവർത്തന രഹിതമായിക്കൊണ്ടിരിക്കുന്ന കിഡ്നിയെ നോക്കി ഞങ്ങൾ കൽപ്പിക്കുന്നു. എല്ലാവരും എൻ്റെ കൂടെ ഒരു വാക്യം പറയണം. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള കർത്താവായ യേശു, ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഇന്ന് അവിടെ പുതിയ അവയവം ഉണ്ടായി വരട്ടെ. മെഡിക്കൽ സയൻസിൽ ഒരു അത്ഭുത സാക്ഷ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നപ്പ പുതിയ അവയവം ഉണ്ടാകട്ടെ, അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. അത്ഭുത സൗഖ്യമുണ്ട്. ഇപ്പൊ തന്നെ ശരീരത്തിന്റെ മേൽ ബലം നിറയട്ടെ. ഇപ്പോൾ തന്നെ ഈ നിമിഷം മുതൽ ആരോഗ്യം നിറയട്ടെ. ആ ശരീരത്തിൽ ആ അവയവം പ്രവർത്തിച്ച് പുതിയത് വന്ന് പ്രവർത്തിക്കട്ടെ. കർത്താവ് വില കൊടുത്തതിന് നന്ദി. ക്രൂശിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദർ. പറഞ്ഞു. എന്റെ അച്ഛനും ചെറിയച്ഛനൊക്കെ നല്ല കള്ളുകൂടിയാ. അതൊന്ന് മാറ്റി തരാവോ? നമുക്ക് പ്രാർത്ഥിക്കാം മോനെ. എന്നിട്ട് മോൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അമ്മയോടും കൂടെ പറയണം. വചനം എല്ലാ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആ വചനം വരും. അതിൻ്റെ അകത്ത് ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമെന്ന് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് എന്ന് ആ വചനപ്രകാരം ഒരുമിച്ച് അവരെ സകല മദ്യപാനത്തിൽ നിന്ന് ദൈവത്തിന് മാറ്റാൻ പറ്റാത്ത ഒരു മദ്യപാനവും ഒരു വിഷയമില്ല. കർത്താവ് ആ കുടുംബത്തെ കൊണ്ടുവരാൻ ഇടയായിത്തീരും കേട്ടോ. ആ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. റീത്ത സഹോദരി ആ വചനം ഇട്ടിട്ടുണ്ട്. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ അവസാന വാക്യത്തിലുണ്ട്. ഞാൻ എൻ്റെ കുടുംബം കർത്താവ്. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ആ വാക്യങ്ങൾ. അത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് അത് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ പറയാൻ? ബ്രദർ, ഞാൻ സജിയ. ഞാൻ ഇന്ന് ബ്രദർ പറഞ്ഞല്ലേ ഒരു സണ്ണിയുടെ വൈഫ് മോളി എന്നെ കുറിച്ച്. എന്റെ അമ്മച്ചൻ മോന സണ്ണി. അവര് ഒത്തിരിയും കൽപ്പക്കത്തില് സണ്ണി ഒരു ലൈക്ക് ഒത്തിരിയും കള്ളുടിയും ലൈക്ക് പുള്ളിക്ക് അസുഖമൊക്കെ ഒത്തിരി ഉണ്ട്. ഒരു മോൻ പിന്നെ മോന് 2 സിസ്റ്റേഴ്സും ഉണ്ട്, 2 ഡോട്ടേഴ്സും ഉണ്ട്. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി ബ്രദർ ദൈവത്തിന് പ്രാർത്ഥിച്ചത് ഞാൻ അത് ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റെടുക്കാൻ. ആ കുടുംബത്തിന് ഇന്നു മുതൽ പ്രാർത്ഥിച്ചോണം. കർത്താവെ ആ കുടുംബം രക്ഷയിലേക്ക് വരും.
അവർ കുടുംബത്തിൽ സമാധാനം വരും. ഞാൻ ആലോചന ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങിക്കണം. അവരോട് പറയണം, നീ എപ്പോഴെങ്കിലും അവരെ കാണുന്ന സമയത്ത് പറയണം, ആ കുടുംബത്തിലായാലും കണ്ട കർത്താവ് എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാക്കി മാറ്റി. ഇത്രയും പറഞ്ഞാൽ മതി. എന്നിട്ട് സഹോദരൻ ആ ആലോചന മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തെ കർത്താവ് രക്ഷിക്കുവാൻ ഇടയായിത്തീരും കേട്ടോ. ബ്രദറെ, ഞാനൊന്ന് പറയട്ടെ. എന്റെ പേര് ഷാജിയാണ്. ഞാൻ ക്യാൻസർ മൂലം കീമോ എടുത്തോണ്ടിരിക്കുന്നു. ഇനി അടുത്ത മാസം സർജറി ഉണ്ട്. അതിനു മുന്നേ വയറ്റിലാണ് ക്യാൻസർ. അതെല്ലാം ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തിന്റെ യേശുവിന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡിനും ഇത്തിരി മെന്റൽ പ്രോബ്ലം, ഡിപ്രഷനും ഒക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വീട്ടിലൊരു വലിയ പ്രതിസന്ധി പോലെ ഇരിക്കുന്ന ബ്രദർ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരിയെ കൈയെടുത്ത് ആ ഉദരത്തിലോട്ട് വെച്ചാട്ട യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് എന്റെ കൂടെ ഒന്ന് പറയണം, യേശുവിന്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്. എനിക്ക് ആരോഗ്യമുണ്ട്. എന്റെ രോഗത്തിൽ നിന്ന് എന്റെ രോഗം സൗഖ്യമാകാൻ വേണ്ടിയുള്ള വില യേശു ക്രൂശിൽ കൊടുത്തു. എന്റെ കുടുംബത്തിന്റെ അകത്ത് സമാധാനം ഉണ്ടാകാനുള്ള വില യേശു ക്രൂശിൽ കൊടുത്തു. ഞാൻ അത് ഏറ്റെടുക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. യേശുവെ, അങ്ങ് എന്റെ രോഗത്തിന്റെ സൗഖ്യത്തിനുള്ള വില കൊടുത്തു. എന്റെ കുടുംബത്തിൽ എന്റെ സമാധാനത്തിനുള്ള വില കൊടുത്തു. എന്റെ കുടുംബത്തിൽ കർത്താവെ എല്ലാ ആത്മീയമായിട്ടും കർത്താവെ അനുഗ്രഹത്തിനും മനോനിലയ്ക്ക് കർത്താവെ സമാധാനം ഉണ്ടാകാനുള്ള വില യേശു ക്രൂശിൽ കൊടുത്തു. ഞാനത് സ്വീകരിക്കുന്നു, ഞാനതിനെ സ്വീകരിക്കുന്നു പറയുക. ഈ നിമിഷം അത് കൽപ്പിക്കുന്നു. അപ്പൊ ക്യാൻസറിനെ പുറത്താക്കുന്നു. ഒരുമിച്ച് എല്ലാവരും പറഞ്ഞു, ക്യാൻസറിനെ പുറത്താക്കുന്നു. യേശുവിന്റെ വചനത്തെ ഞങ്ങൾ ഉറപ്പിക്കുന്ന കർത്താവ്. ഇന്ന് കർത്താവ് പറഞ്ഞതുപോലെ, ഒരുവൻ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. ഇനി ഞങ്ങൾ ചോദിക്കുന്നു കർത്താവെ, ദൈവമകള് ക്യാൻസർ മാറി റിപ്പോർട്ടുമായി സാക്ഷ്യം പറയും. കുടുംബത്തിൽ സമാധാനം വന്നെന്ന് പറയും. എല്ലാ മാനസിക ബുദ്ധിമുട്ടും മാറി ആ കുടുംബം യേശുവിനെ ആരാധിക്കുന്ന കുടുംബമായിട്ട് മാറും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തോ ബ്രദറെ, ഇന്നും പറഞ്ഞില്ലായിരുന്നോ സണ്ണി വൈഫ് മോളി എന്ന് പറയുന്നത്? അത് എന്റെ പപ്പയും അമ്മയാണ്. അപ്പൊ അതിനകത്ത് ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞില്ലേ, അത് എന്റെ മോനാണ്. മോന് 17 വർഷമായിട്ട് ബെഡ് റിഡൻ ആണ്. ജോബ് എന്നാണ് അവന്റെ പേര്. അപ്പൊ അവൻ ഉണ്ടായപ്പോ എനിക്ക് ദൈവം വാഗ്ദത്തം തന്നതാണ് അവനെ എഴുന്നേൽപ്പിക്കുമെന്ന്. അപ്പൊ അത് എനിക്കായിട്ടുള്ളതാണെന്ന്, എന്റെ മോന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും സിസ്റ്റർ ഏറ്റെടുത്ത്. ഞാൻ പറഞ്ഞില്ല, ഈ ആലോചന ഒരേ ആലോചന നിങ്ങൾക്ക് ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ അത് ഓർത്തോണം. അത് നിങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. സഹോദരൻ ഏറ്റെടുത്തോണം സിസ്റ്റർ. എന്നിട്ട് ഇന്ന് മുതൽ ആ മോന്റെ ശരീരത്തിന്റെ മേൽ കൈ വെച്ചിട്ട് പറഞ്ഞോണം, യേശുവെ മരിച്ചവരെ ഉയർപ്പിക്കുക. റോമാലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ വാക്യം വേഗത്തിൽ നിങ്ങൾക്ക് അത് ഇവിടെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിച്ച്. ഈ വചനങ്ങൾ ഈ ദിവസങ്ങളിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ. ഈ വചനത്തിന് ചുമ്മാ പറയരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ട് ഈ വചനം ശ്രദ്ധിച്ച് പറയണം. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ കാണിക്കാം. അത് നിങ്ങൾ എല്ലാവരും വേഗത്തിൽ കുറിച്ചെടുത്തോണം. കഴിയുമെങ്കിൽ ആരെങ്കിലും ആ വാക്യം ഒന്ന് സെൻഡ് ചെയ്തോണം. ഇപ്പോൾ ഈ നിമിഷം വെച്ച് നമ്മൾ ഒന്നും കൂടെ ഈ നിമിഷത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഈ വചനത്തിന്റെ അർത്ഥത്തിലോട്ടൊന്ന് കയറിക്കണം. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, അബ്രഹാം വിശ്വസിച്ച ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് വേണം പറയാൻ ഈ ദിവസങ്ങളിൽ. അപ്പൊ നിങ്ങൾ കാണണം, ഡെഡ് ബോഡിക്ക് ഒരിക്കലും ജീവൻ വെക്കത്തില്ല. ഡെഡ് ബോഡിക്ക് ഒരിക്കലും ജീവൻ വെക്കത്തില്ല. പക്ഷെ ഡെഡ് ബോഡിയെ ദൈവം ജീവിപ്പിച്ചു. ബുദ്ധിക്കപ്പുറമായ ഒരു കാര്യം നടന്നു. നിങ്ങൾക്ക് വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. അപ്പൊ താൻ വിശ്വസിച്ച ദൈവം എങ്ങനത്തെ ദൈവം? അബ്രഹാം വിശ്വസിച്ചത് പനി മാറ്റുന്ന ദൈവമല്ല, പനി മാത്രം മാറ്റുന്ന ദൈവമല്ല, തലവേദന മാത്രം മാറ്റുന്ന ദൈവമല്ല, ക്യാൻസർ മാത്രം മാറ്റുന്ന ദൈവമല്ല. മരിച്ച ഡെഡായ ബോഡീനെ, അങ്ങനെ തന്നെ പറഞ്ഞെന്ന് പ്രാർത്ഥിച്ച്, മരിച്ച ഡെഡ് ബോഡീനെ ഉയർപ്പിക്കുവാനും ഇല്ലാത്ത ഒരു കാര്യത്തെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന എന്റെ ദൈവം. ഇത് രണ്ടും യേശു കാണിച്ചു തന്നു. മരിച്ച ഡെഡ് ബോഡിയെ കർത്താവ് വിളിച്ചു വരുത്തി. ഇല്ലാത്തതിനെ വെള്ളത്തെ നമ്മൾ വീഞ്ഞാക്കി എന്നൊക്കെ പറയത്തില്ലേ, കണ്ണില്ലാത്തവന് കണ്ണ് വിളിച്ചു വരുത്തി. അങ്ങനെയെങ്കിൽ ആ ദൈവമാണ് എന്റെ ദൈവം, എന്റെ പിതാവ്. അങ്ങനെ വേണം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. കർത്താവെ, അങ്ങനെ പറഞ്ഞ് ആ കുഞ്ഞിന്റെ തലമേൽ കൈവച്ചോണം. എന്നിട്ട് അവനോട് പറയണം, നീ എണീറ്റ് വന്നിരിക്കും, നിനക്ക് കിടക്കാൻ പറ്റത്തില്ല, യേശു നിനക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നു.
ഈ നിമിഷം ഈ വചനം നിങ്ങൾ ഉള്ളത്തിൽ കുറിച്ചോണം. വെറുതെ പറയാതെ കണ്ണടച്ചിട്ട് ഇതിന്റെ അർത്ഥം ശ്രദ്ധിച്ചു നോക്കിക്കേ. ശവാടക്കിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവിടെ പോയിട്ട് മരിച്ചയാളെ എത്ര തട്ടി വിളിച്ചാലും പുള്ളി എണീറ്റ് വരത്തില്ല. ചില മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ശവപ്പെട്ടിയോടുകൂടെ കുഴിച്ചിടപ്പെടും. ചില മാസം കഴിഞ്ഞാൽ ജീർണിച്ച് മണ്ണിനോട് ചേർന്ന് പോകും. അസ്ഥി ദ്രവിക്കുവാൻ തുടങ്ങും, അതും മണ്ണിനോട് ചേരും. ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല. സത്യമായ കാര്യമാണ്. പക്ഷെ ബൈബിള് പറയുന്നു, ഇങ്ങനെ മരിച്ചു പോയതിനെ പോലും ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള ദൈവം, ആ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയും. അങ്ങനെ പറഞ്ഞ് ഈ വചനം ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചേ. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ചാടി എണീറ്റ് വരും. നിങ്ങളുടെ വിഷയങ്ങൾ മാറിയിരിക്കും. കാര്യം ദൈവത്തിന്റെ വചനം ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്ന് ബന്ധപ്പെട്ടേ. കർത്താവ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ, ഇനി യൂട്യൂബിലൊക്കെ കേൾക്കുന്നതോടെ ഞാൻ പറയുന്നു, വരും ദിവസങ്ങളിൽ ഞാൻ ഡേറ്റ് നേരത്തെ അറിയിക്കും. ഒരു ദിവസം നമുക്ക് നന്നായിട്ട് സമയമെടുത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ ഒന്ന് വേർതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കും. ചില സമയം എങ്ങനെ എനിക്ക് അറിയത്തില്ല, നീണ്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇനി സമയം ബ്രേക്ക് ചെയ്ത് മാറ്റാനാണെങ്കിലും അങ്ങനെ. ഇനിയിപ്പോ എല്ലാ സമയത്തും നമുക്ക് അവൈലബിൾ അല്ലല്ലോ. അപ്പൊ ഒരാൾ സൺഡേ പല ടൈമിങ്ങളിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ ഒരേ ഡേറ്റ് തന്നെ വെക്കാതെ ചില മണിക്കൂറുകൾക്ക് അതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മ്യൂട്ട് ചെയ്യണേ, സൗണ്ട് മ്യൂട്ട് ചെയ്യണേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഴ്ച അതിനുവേണ്ടി തന്നെ 1 മണിക്കൂർ നമ്മൾ അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നു. സ്പെഷ്യലായിട്ട് 1 മണിക്കൂറോ അതിന് മേളിലോ ഒക്കെ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഈ 2 രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക, ദൈവാത്മാവ് അതെല്ലാം ഗൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ എനിക്കറിയാം ഒത്തിരി പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് പറയുവാനും പരസ്പരം പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് ഇടയായിത്തീരും. അത് ഞാൻ ഇപ്പോഴും ഓർത്തത് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുക, മനസ്സിൽ വെച്ചത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഒത്തുവരാൻ വേണ്ടി, ഒരുങ്ങാൻ വേണ്ടി. നമുക്ക് ബുദ്ധിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ദൈവാത്മാവ് ഗൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, പറഞ്ഞോട്ടെ. പറഞ്ഞോ. എനിക്ക് കൂട്ടായ്മയ്ക്ക് വന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതായത് നേരത്തേക്ക് ഒരു അസുഖങ്ങൾ വരുമ്പോഴ ആദ്യമേ ഒരു മെഡിസിൻ ആയിരുന്നു കഴിക്കുന്നത്. തലവേദന വരുമ്പോൾ തലവേദനയ്ക്കുള്ള, അല്ലെങ്കിൽ കാലുവേദന വരുമ്പോൾ കാലുവേദനയ്ക്കുള്ള, നടുവേദന വരുമ്പോൾ നടുവേദനയ്ക്കുള്ള, ഉടനെ പെട്ടെന്ന് തന്നെ മെഡിസിൻ എടുത്ത് കഴിക്കുക, അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ കൃപയിൽ ഒരു ഡിവൈൻ ഹീലിംഗിലേക്ക് വരുവാൻ ദൈവം തമ്പുരാൻ എന്നെ സഹായിച്ചു. അവിടെ വെച്ച് ബ്രദർ പറയുന്നത് പോലെ ഒരു ദൈവത്തിന്റെ വചനം പ്രഖ്യാപിപ്പാനും അവിടുന്ന് ഹീലിംഗ് കിട്ടുവാനും എൻ്റെ കർത്താവ് എന്നെ സഹായിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാളുകളായിട്ട് ഞാൻ ഈ ഗ്യാസ്ട്രൈറ്റിസിന്റെ ഒക്കെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മീൻസ് ഹാർട്ട് ബേൺ വരുമ്പോൾ ഉടനെ മെഡിസിൻ എടുക്കും. എന്നാൽ ഇപ്പോൾ എനിക്ക് ആ വചനം ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ, ആ മെഡിസിൻ മാറ്റിയിട്ട് വചനം ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹീലിംഗ് എനിക്ക് പ്രാപിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ചു. അതുപോലെ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയാണ് മോന് ഭയങ്കര പനിയായി, എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഞാനിവിടെ കുവൈറ്റിലാണ്. മോനോട് പറഞ്ഞു, മോന്റെ കൈ തന്നെ കുഞ്ഞിന്റെ തലയിൽ വെക്കാൻ പറഞ്ഞു. തലയിൽ വെക്കാൻ പറഞ്ഞിട്ട് കുഞ്ഞിനോട് പറഞ്ഞു, മക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. മലയാളത്തിൽ പറഞ്ഞപ്പോൾ അത്ര മനസ്സിലായില്ല അവന്. പിന്നെ അത് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തു. കുഞ്ഞ് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാല് ഹസ്ബൻഡ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞാൽ ഇച്ചിരി അനർത്ഥമൊക്കെ വന്നിട്ട് ഇരിക്കുകയായിരുന്നു. ഫാദറിനോയ്ക്ക് പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, ഷുഗറൊക്കെ കുറഞ്ഞ അങ്ങനെ ഇരിക്കുന്ന സമയം ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല. അങ്ങനെയൊക്കെ പ്രയാസത്തിലൊക്കെ ഇരിക്കാതിരുന്ന ദൈവം തമ്പുരാൻ ഒരനർത്ഥവും ഭവിക്കാതെ ദൈവം തമ്പുരാൻ ഞങ്ങളുടെ ഭവനത്തെ കാത്ത് സൂക്ഷിച്ച് പിറ്റേ ദിവസം കുഞ്ഞിന് പൂർണ്ണമായുള്ള സൗഖ്യവും എക്സാമിനൊക്കെ പോകുവാൻ ദൈവം തമ്പുരാൻ കൃപ ചെയ്തു. നേരത്തെ കുഞ്ഞുങ്ങളോട് മെഡിസിൻ എടുക്കാനായിരുന്നു പറയുന്നത്. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കുവാനും അവരത് ഭക്ഷിക്കുവാനും ഈ നാടുകളിൽ കൂടുതലായിട്ട് ദൈവസന്നിധി ബലപ്പെടുവാനും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. അത് ഞാൻ കാണും, എൻ്റെ സ്വന്തം കണ്ണാലെ കാണും. എൻ്റെ ദൈവം തമ്പുരാനെ സഹായിക്കും. അതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊണ്ട് ദൈവനാമത്തിലിരിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ പോലെ തന്നെ എപ്പോ അസുഖം വന്നാലും മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, നിങ്ങൾ കേട്ടല്ലോ. പക്ഷെ കർത്താവിന്റെ വചനം ഭക്ഷിക്കുവാൻ തുടങ്ങിയപ്പം മരുന്ന് എടുക്കാതെ തന്നെ കർത്താവിന്റെ വചനത്തിലൂടെ തന്നെ സൗഖ്യങ്ങൾ നടന്നു. ആ സൗഖ്യത്തിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് കേൾക്കുമ്പം ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. നാളെ മുതൽ നിങ്ങളുടെ ഗുളിക എല്ലാം എടുത്ത് കളയണമെന്ന ഒരാശയമല്ല സിസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം. ശ്രദ്ധിച്ചോണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇതേപോലെ സിസ്റ്റർ പറഞ്ഞല്ലോ, എന്ത് വന്നാലും സിസ്റ്റർ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ വചനം എടുക്കാൻ തുടങ്ങിയപ്പോൾ മരുന്നില്ലാതെ തന്നെ സൗഖ്യങ്ങൾ ശരീരത്തിൽ നടക്കാൻ തുടങ്ങി. അപ്പൊ ഈ ദിവസങ്ങളിൽ ആദ്യം എടുത്തെറിയേണ്ടത് മരുന്നല്ല, ആദ്യം നിങ്ങൾ വചനം ഭക്ഷിക്കണം. ആദ്യം നിങ്ങളുടെ ശരീരത്തിൽ ഒരു വേദന വരുമ്പോൾ വചനം
ഉപയോഗിച്ച് ശീലിച്ചാൽ നാളെ ഒരു മരുന്നും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് യേശുവിന്റെ മുറിവ്, അതൊരു മരുന്നാണ്, വചനം ഒരു മരുന്നാണ്. ഈ മെഡിസിൻ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഈ ദിവസങ്ങളിൽ വേണ്ടത് നിങ്ങൾ ഈ ഒരു വചനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത്, ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എടുത്തോണ്ടിരുന്ന ആളാണ്, പക്ഷെ വചനത്തിലൂടെ അത് എന്ത് ചെയ്യാൻ തുടങ്ങി, വളർന്നു. ആ മരുന്നില്ലാതെ തന്നെ കർത്താവിന്റെ കൃപയാൽ വളരുവാൻ തുടങ്ങി. അപ്പൊ ഇതൊരു മരുന്ന് തന്നെയാണ്. വചനം ഒരു മരുന്നാണ്, സൗഖ്യം ഒരു മരുന്നാണ്, അത് നമ്മുടെ അവകാശമാണ്. കർത്താവ് നമുക്ക് വചനത്തിലൂടെ തന്നിരിക്കുന്നു, സൗജന്യമായി ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ സാക്ഷ്യത്തിന് നന്ദി, കർത്താവ് കൊടുത്ത സൗഖ്യങ്ങൾക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എന്തോ എനിക്ക് സാക്ഷ്യമുണ്ട്. ഞാൻ പറയുവാണ്. പിന്നെ ഞാനും എന്റെ ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. ഒരു മാസം കൊണ്ട് ഞങ്ങൾ ഈ പ്രേയറിൽ സൂമിൽ അറ്റൻഡ് ചെയ്യുന്നു. എൻ്റെ മോളും ഉണ്ട്. ഞങ്ങൾക്ക് ഇതിൽ കയറിയത് ഒരു ഭയങ്കര ഞാൻ ഭാഗ്യമെന്ന് തന്നെ കരുതുകയാണ്. ഞാൻ 20 വർഷം കൊണ്ട് ആരാധനയ്ക്കൊക്കെ പോയെങ്കിലും വാക്യങ്ങൾ പറഞ്ഞൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം എൻ്റെ മോള് കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് വളരെ വലിയ അനർത്ഥത്തിൽ കൂടെ ഞാൻ പ്രേയറിന്റെ വിഷയം ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ പിന്നെ ആ വിഷയം ബ്രദർ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു. മോള് കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഫാസ്റ്റിങ്ങില്ല, പൂർണ്ണ ഉപവാസത്തിൽ ഇരുന്നുകൊണ്ട് ബ്രദറിന്റെ വചനങ്ങൾ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞു തന്ന ഓരോ വചനങ്ങൾ. അവളുടെ ഹസ്ബൻഡ് ഗൾഫിൽ ഒരു ബിസിനസ് നടത്തി. നാട്ടിലെ ബിസിനസ് ആദ്യം പോയി, അത് വെച്ചിട്ട് പിന്നെ ഇവിടുത്തെ ബിസിനസ് നിർത്തി അങ്ങ് ഗൾഫിൽ പോയി. അവിടെ ചെന്ന് ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സും ഒരു പ്രശ്നം ഉണ്ടായി. പൈസ കൊടുക്കാതെ ഈ പാർട്ട്നേഴ്സൊക്കെ അവനെ കളിപ്പിച്ചു. അപ്പം കോടതിയിൽ അവന്റെ കേസ്, ഞാനത് പറഞ്ഞതായിരുന്നു സാക്ഷ്യം. അവരെ കൂടെ ഉള്ള ഒരാള് കുറെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. കോടതിയിൽ അയാൾ കൊണ്ടുപോയി നമുക്കെതിരെ കേസ് കൊടുത്തു. പക്ഷെ അത് സത്യസന്ധമല്ലായിരുന്നു. പക്ഷെ അവർ ഒത്തുതീർപ്പാക്കാന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കാനാണ് വിളിച്ചത്. അവർ ഒത്തുതീർപ്പിനൊന്നും വന്നില്ല. കോടതി അവനെ കേസിന് വിളിച്ചു. കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞു കൊടുത്ത വാക്യം വെച്ച് തന്നെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ദൈവകൃപയെന്ന് പറയട്ടെ, ഇന്നലെ കോടതി അവനെ പോരാനായിട്ട് അനുവദിച്ചു. ആ കേസ് എല്ലാം റിലീസായി. ദൈവകൃപയാൽ എന്നവൻ ഫ്ലൈറ്റിലാണ്, നാട്ടിലോട്ട് പോരുവാണ്. പക്ഷെ അവിടെയുള്ള ബിസിനസ് വേണ്ടാന്ന് വെച്ചു. നാട്ടില് ഒരു വീട് പണിതുകൊണ്ടിരുന്നു. അതിന് ഏകദേശം 1.5 കോടി രൂപയുടെ ബാധ്യത ബാങ്കിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ നടന്ന ബിസിനസിന്റെ പൊളിഞ്ഞതിന്റെ ഈ വീട് പണിയുന്നതിന് തന്നെയാ ആ ബിസിനസ് നിർത്തിയതിന്റെ ഭാഗമായി അല്ലാതെ 3 കോടി രൂപയുടെ കടമുണ്ട്. ഇതെല്ലാം വെച്ചാണ് മോള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, വിടുതലിന്റെ ആരംഭമായി. ഇത്രത്തോളം ദൈവം ഇന്ന് അവൻ മടങ്ങി വരുവാൻ സഹായിക്കുന്നു. പക്ഷെ ഈ മോനും വിശ്വാസത്തിൽ വന്നതാണ്. പക്ഷെ അവൻ മർത്തോമയെ തന്നെ പിടിച്ചു നിൽക്കുന്നതാണ്. ഒരാരാധനയ്ക്ക് പോകാൻ അവൻ സമ്മതിക്കത്തില്ല. അതാണ് പ്രശ്നം. മോൾ ഇങ്ങനെ സൂമിലൂടെയുള്ള പ്രേയറിൽ കയറി ബ്രദർ പറയുന്നത് ഈ വചനങ്ങൾ പറഞ്ഞ് 5 ദിവസം കൊണ്ട് ഫാസ്റ്റിങ്ങിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രദറെ തുടർന്നും ഈ മോക്ക് വേണ്ടി ഷെർണൻ അവളുടെ പേര്, തീർച്ചയായിട്ടും അത് പറഞ്ഞ പോലെ തന്നെ വലിയൊരു തീർച്ചയായിട്ടും പ്രിയ പറഞ്ഞ വലിയ സാക്ഷ്യമാണ് ഞങ്ങൾ കേട്ടതുപോലെ തന്നെ. കോടതിയിലും മറ്റു രാജ്യത്തിലായിരുന്നു. പക്ഷെ കർത്താവിന്റെ കൃപയിൽ ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചു, ദൈവം അധികാരികളോട് ഇടപെട്ടു, അത് റിലീസ് ചെയ്തു. അത്ഭുതകരമായിട്ട് തന്നെ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയായിരുന്നു. ദൈവം ആ വചനത്തിലെയും പ്രാർത്ഥനയിലൂടെയും കർത്താവിന്റെ കൃപയാൽ മോചിപ്പിച്ചു. ഇനി മുന്നോട്ട് നമുക്കറിയാം കടം കേട്ടു, പക്ഷെ കർത്താവ് വിടുവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു വഴിയും തുറക്കും. ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരു വഴി തുറന്നിട്ടുണ്ട്. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തിന് വേണ്ടി കനാൻ ദൈവം ഒരുക്കിയതുപോലെ ഈ നാട്ടിൽ വരുമ്പോൾ തന്നെ ഒരു വഴി ദൈവം തുറക്കും. യേശുവിന്റെ നാമത്തിൽ ഒരു നന്മയാക്കി ദൈവം മാറ്റും. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സിസ്റ്ററെ ഞാനിത് മ്യൂട്ട് ആക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് മ്യൂട്ട് സാക്ഷ്യം പറയേണ്ടത് കാരണം ഞാനത് മ്യൂട്ട് ചെയ്തിട്ടില്ല. സിസ്റ്ററെ ഒന്നുകൂടെ മ്യൂട്ട് മാറ്റി കഴിഞ്ഞാൽ എല്ലാവരും മ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ കേൾക്കാവോ? എനിക്കിപ്പോ മ്യൂട്ട് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടില്ല, എല്ലാവരുടെയും മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. പറയാൻ പറ്റും കേട്ടോ. എന്തോ ബ്രദറെ പറഞ്ഞോ. എന്റെ പേര് ജേക്കബ് ഡാനിയൽ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മീറ്റിങ്ങിന് കയറുന്നത്. കഴിഞ്ഞ ദിവസം യൂട്യൂബിനകത്ത് പ്രാർത്ഥനാ സമയത്തിനകത്ത് പ്രിയ ബ്രദറിന്റെ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിനകത്ത് ആ മെസ്സേജ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. കയ്യിലൊന്നും ഇല്ലെങ്കിലും
ഏറ്റവും വലിയ അക്കൗണ്ട് ദൈവവചനമാണ്. വചനം എപ്പോഴും പറയുക എന്നുള്ളതാണ്. ആ പ്രസംഗമാണ് എന്നെ ഒത്തിരി അട്രാക്ഷൻ ചെയ്ത്. അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങിന് കയറും. പൂർണ്ണമായിട്ട് ഈ മീറ്റിങ്ങിന് കയറുന്ന ഇപ്പോഴാണ്. ഞാൻ ഇത്രയും ആൾക്കാരെയൊക്കെ ഇതിനകത്ത് ശ്രദ്ധിച്ചു. ഞാനൊരു ബിസിനസ് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ ലക്ഷക്കണക്കിന് രൂപ ബാധ്യതയായി എന്ത് ചെയ്യണോ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഞാനൊരു വിശ്വാസിയാണ്. ദൈവത്തോട് നിരന്തരം ഈ വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധ്യതയൊന്നുമില്ല. പക്ഷെ ദൈവവചനത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് പരിഹരിക്കുവാനായിട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ബ്രദറെ, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം ഇന്ന് ബ്രദറിന് യാദൃശ്ചികമായിട്ട് യൂട്യൂബിൽ കണ്ടതും ഇന്ന് ഈ സൂമിലേക്ക് വരാനും ഇത്രയും ആളുകളുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കർത്താവിന്റെ വചനം കേൾക്കാനും സാക്ഷ്യം കേൾക്കുവാനും കർത്താവ് ഒരവസരം തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു പറഞ്ഞോണം, മലകളെ മാറ്റും കർത്താവ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൂട്ടായ്മ ആചരിച്ചു ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ നമ്മുടെ സമൃദ്ധിയുടെ കടഭാരം മാറാനുള്ള വചനമുണ്ട്. ആ വചനം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ബ്രദർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുന്ന രീതിയിൽ ഒന്ന് അയച്ചു കൊടുക്കുക. ബ്രദർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തതിനു ശേഷം ആ ഗ്രൂപ്പിൽ ഈ കടഭാരം മാറാനുള്ള വചനം കിടപ്പുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ ഏറ്റവും താഴെ ആ വാക്യം കിടപ്പുണ്ട്. ആ വചനം ഏറ്റുപറഞ്ഞ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതുകൊണ്ട് ഉറപ്പിച്ച് ഞാൻ പറയുന്നു, അതിന്റെ സാക്ഷ്യങ്ങൾ തന്നെ ഒത്തിരി കിടപ്പുണ്ട്. കടഭാരം മാറിയവര്, അത്ഭുതം നടന്നവര്, അതേ സാക്ഷി കിടപ്പുണ്ട്. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, എങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ദൈവത്തിന് തുറക്കാൻ പറ്റാത്ത ഒരു വാതിലുമില്ല. ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കും. രശ്മി സഹോദരി ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക്. ഗ്രൂപ്പിൽ ഏറ്റവും മുകളിൽ നമുക്ക് അത് കിടപ്പുണ്ട്, വചനങ്ങൾ ഏറ്റു പറയാനുള്ളത്. അതും കൂടാതെ യൂട്യൂബിൽ ഏറ്റവും താഴെ കടഭാരങ്ങൾ മാറാൻ വേണ്ടിയുള്ള വചനം എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, ഏറ്റവും താഴെയാണ്. അത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചോണം, കർത്താവ് വഴി തുറക്കും. ധൈര്യത്തോടെ ഇരുന്നോണം, ഭാരപ്പെടേണ്ട. നിങ്ങളെക്കാളും വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയവര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ടിരിക്കുക, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ, ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടില്ല, മ്യൂട്ട് ഓപ്പൺ ആണ്. സിസ്റ്റർ ഒന്നുകൂടെ നോക്കിയേ, സംസാരിക്കാൻ പറ്റുമോ നോക്കിയേ. ഷിജി സിസ്റ്ററെ കേൾക്കാവോ? ഞാൻ ആരുടെയും മ്യൂട്ട് ഇപ്പൊ എല്ലാവരുടെയും ഞാൻ മ്യൂട്ട് ഓൺ ആക്കിയിട്ടേക്കുവാണ്. എല്ലാവർക്കും മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ നോക്കി? മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പറ്റും. ഓക്കെ. ചിലര് കാരണം ഷിജി മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. സജീവേദറെ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ നോക്കി. ഞാൻ മ്യൂട്ട് എല്ലാവരും ഓപ്പൺ ചെയ്തിട്ടേക്കുവാ. ഓക്കെ, പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും മ്യൂട്ട് ആക്കി. എനിക്കറിയത്തില്ല സിസ്റ്റർ എന്താ മ്യൂട്ട് മാറ്റാൻ പറ്റാത്ത, എനിക്കറിയത്തില്ല. എന്തോ ഒരു സാക്ഷ്യം പറയാനുണ്ടെന്ന് മെസ്സേജ് അയക്കുന്നുണ്ടോ, അതാ ഞാൻ ചോദിച്ചത്. എനിക്കറിയത്തില്ല ഇവിടെ തന്നെ പറ്റുന്നത്. ഇവിടെ എല്ലാവർക്കും ഇപ്പൊ എല്ലാവർക്കും ഓക്കെ പറഞ്ഞോ. ബ്രദറെ, ഞാനാണെങ്കിൽ ദുബായില് ഒരു വീട്ടില് ജോലിക്ക് നിൽക്കുന്നതായിരുന്നേ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ കണ്ട് ഇങ്ങനെ ഞാൻ ഇതിന്റെ ഈ വചനം ഇപ്പൊ എന്നും കേൾക്കും. അപ്പൊ ആ വചനം കേൾക്കുന്നവരെ എനിക്ക് മനസ്സിനകത്തൊരു സമാധാനമുണ്ട്. അതെന്റെ സാക്ഷിയായിട്ട് പറയണമെന്നുണ്ട്. പിന്നെ എന്റെ മകനാണെങ്കിൽ പഠിക്കാൻ പോകാനൊരു സാമ്പത്തികം ഇല്ല, അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. ജർമ്മനിയിൽ പോയി നേഴ്സിംഗ് പഠിക്കാനായിരുന്നു. പിന്നെ കടഭാരമുണ്ട്, വീട് ജപ്തിയായിട്ടിരിക്കുവാണ്. ആ കടഭാരം നീങ്ങാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. ഞാൻ ഇപ്പം നാട്ടിൽ വന്നപ്പോ ഞാൻ അവിടെ വെച്ച് അന്ന് ജോയിൻ ചെയ്തു. പക്ഷെ അന്നേരം അവിടെ വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ അത് ഓഫാക്കി. ഒരു ദിവസം ഒന്ന് കയറിയായിരുന്നു ഞാൻ സൂം മീറ്റിങ്ങിൽ. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതം ചെയ്ത് ധൈര്യമായിട്ടിരിക്കുക, കൂട്ടായ്മ ആചരിക്കുക, വചനത്തിൽ ബലപ്പെടുക. വഴി തന്നെ തുറന്നു വരും. കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുവാൻ ശക്തനാണ്. ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശു അവന് പഠിക്കാൻ വേണ്ടി ഒന്ന് പോകാൻ വേണ്ടി വഴി തുറക്കാൻ ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് വഴി തുറക്കും. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പറഞ്ഞുകൊണ്ടിരുന്നോണം, രാജ്യങ്ങളുടെ വാതിൽ തുറന്ന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനൊരു വചനം ഞാന് ഇന്നലെ ബ്രദർ പറഞ്ഞ, ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല. ജസ്റ്റ് ഇപ്പോഴത്തെ പഴയൊരു സാക്ഷ്യമാണ്. അതായത് ഇന്നലെ ബ്രദർ ഒരു മിനിറ്റ്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഞാൻ ഇനി 1-2 സാക്ഷ്യങ്ങളിലൂടെ ഞാൻ പ്രാർത്ഥന ക്ലോസ് ചെയ്യാൻ പോകണം. എനിക്ക് വന്നത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പറഞ്ഞു. ടോം സർ പറഞ്ഞു. അപ്പോ ഇന്നലെ ബ്രദർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത്
ഒരു മിനിറ്റ് ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തരെ മ്യൂട്ട് മാറ്റാം, അതാ നല്ലത്. കാരണം വെച്ചാല് ആളുകൾ മ്യൂട്ട് മാറ്റി സൗണ്ട് ക്ലാഷ് ആവുന്നുണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞു ഡോക്ടർ, മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് ഇന്നലെ ബ്രദർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം ഈ മറ്റേ PG വർഗീസ് എന്ന് പറയുന്ന ഒരു ദേവദാസന്റെ ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്യം, അതായത് അദ്ദേഹം പറയുന്ന വാക്യം, പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ലെങ്കിലോ എന്നുള്ളത്. അപ്പൊ കിട്ടിയാലോ എന്നുള്ള രീതിയിൽ. ഇപ്പൊ സത്യത്തില് ഞാൻ കുറെ വർഷത്തോളം ഞാൻ പള്ളിയിൽ ഞാൻ ബൈബിൾ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ കാറ്റഗിസ്റ്റ് അധ്യാപകനായിട്ട് നിന്നിരുന്നതാണ്. 12ാം ക്ലാസ് വരെയൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പക്ഷെ ഞാനിപ്പോൾ കടുത്ത ദൈവവിശ്വാസിയും അതോടൊപ്പം തന്നെ ബൈബിൾ എനിക്ക് അറിയാമെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അതായത് ബൈബിൾ അറിയാമെന്നായിരുന്നു, ഞാൻ ഇഷ്ടംപോലെ നല്ലപോലെ ഞാൻ പ്രാർത്ഥിക്കുമെന്നുള്ളൊക്കെ ധാരണയൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും സത്യത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയായിരുന്നു പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് കടന്നു വരുന്നത് ഈ ബ്രദറും ഞാനും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കും. ഫോണിലാണെങ്കിലും നേരിലാണെങ്കിലും സംസാരിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് 2016 ഈ ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തരികയും ഞാൻ ആ പുസ്തകം വായിച്ചു നോക്കുകയും ആ പുസ്തകം വായിച്ചതിന്റെ പുറമെ ആ പുസ്തകത്തിന്റെ ഓഡിയോ എടുത്ത് ഞാൻ ഒരു 2 വർഷത്തോളം തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്നു. തുടർച്ചയായിട്ട് 2 വർഷത്തോളം കേട്ടാൽ ആരും വിശ്വസിക്കില്ല. എങ്കിലും ഒരു പുസ്തകത്തിന്റെ ഓഡിയോ, ആ പുസ്തകത്തിന്റെ ഓഡിയോ ഞാൻ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസം കേൾവിയാലും കേൾവി യേശുവിന്റെ വചനത്താലും വരുന്ന പറഞ്ഞ പോലെ ഇദ്ദേഹം സത്യത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ കാര്യങ്ങൾ അവിടെ വെച്ചാണ് ബോധ്യപ്പെട്ടത്. എൻ്റെ വിശ്വാസം പൂർണ്ണമായിട്ടും തകിടം മറിഞ്ഞ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും കർത്താവായ യേശുക്രിസ്തു ആരാണെന്നും കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കുന്നതെന്നും ഉള്ള കാര്യം തീർത്തും രണ്ടാമത് മനസ്സിലാക്കി തന്ന ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമുക്ക് ഈ ഇപ്പോൾ ബ്രദർ പറഞ്ഞതുപോലെ ഒരുപാട് കടബാധ്യതകൾ, ഈ കടബാധ്യതകൾ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ ബ്രദർ സംസാരിച്ചതുപോലെ ഇത് നമ്മള് ഓഡിയോ ഓൺ ആയതാ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഈ തുടർച്ചയായിട്ട് നമ്മൾ ഡെയിലി ചൊല്ലുന്ന വിശ്വാസ പ്രമാണം എന്നതുപോലെ തന്നെ. അപ്പൊ എനിക്ക് വേറൊരു കാര്യം കൂടി പറയണ്ടേ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പാട്ട് ഞാൻ സ്ഥിരം കേട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ സ്ഥിരം കേട്ടതെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ കേൾക്കുന്നതാണ്. പക്ഷെ എനിക്ക് അത് അതിന്റെ വാക്യങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ട് പക്ക നമ്മുടെ വിശ്വാസ പ്രമാണമാണ്, നമ്മൾ ഡെയിലി ചൊല്ലുന്ന വിശ്വാസ പ്രമാണം തന്നെ. എൻ്റെ ദൈവത്താൽ എന്നൊരു പാട്ടുണ്ട്. നിശ്ചയം അനുഗ്രഹം പ്രാപിക്കും ഞാൻ. അത് നമ്മൾ പറയുന്ന അതേ വിശ്വാസ പ്രമാണം തന്നെയാണല്ലോ എന്നുള്ളതാണ് ദിവസവും പറയുന്നത്. അത് തന്നെ ഞാനിപ്പോൾ അത് തന്നെ പിന്നെയും ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. രസകരമായിട്ടുള്ള കാര്യം അത്. നമ്മൾ സത്യത്തിൽ നമുക്ക് ഓർത്ത് പറയാൻ പറ്റിയില്ലെങ്കിലും പാട്ട് നമ്മളെപ്പോഴും ബ്രദർ എന്നും പറഞ്ഞ് ഹിന്ദി പാട്ടാണെങ്കിലും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കാണാതെ പഠിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ഈ പാട്ടാണ് നമ്മൾ അത് അപ്പൊ എല്ലാവരും ദിവസവും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നല്ലപോലെ വചനങ്ങൾ, അതുപോലെ ഈ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ യൂട്യൂബിന്റെ അടിയിൽ ഉള്ള വചനം എടുത്ത് കേട്ട് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് എനിക്ക് പറയാനുള്ളത്. കർത്താവ് എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് കേട്ടതുപോലെ തന്നെ ആ വചനത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനവുമായിട്ടൊരു ബന്ധം കർത്താവിന്റെ കൃപയിൽ ഉണ്ടായി വരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കെങ്കിലും സാക്ഷിയുണ്ടോ? ബ്രദറെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചേച്ചിയുടെ വസ്തു കിടക്കണത് ഹസ്ബൻഡിന്റെ പേരിലാണ്. അതായത് ഒരു ഭാര്യയും ഭർത്താവും പിരിഞ്ഞിട്ട് ഒരു 20 വർഷമായി. അപ്പൊ ഇപ്പൊ ചേച്ചിക്ക് ഒന്ന് തിരിച്ച് എഴുതി ചേച്ചിയുടെ പേരിലും ചേട്ടന്റെ പേരിലുമാണ്. അപ്പൊ ചേച്ചിക്ക് അത് ചേട്ടനിൽ നിന്നും എഴുതി തിരിച്ച് മേടിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ അതിനായിട്ട് പോവാൻ ചേച്ചിക്കൊരു പേടി. ഒരു വചനം പറഞ്ഞു തന്ന വലിയ ഉപകാരമായിരുന്നു. ഈ ദിവസം ലൂക്കോസ് ലീഗയുടെ സുവിശേഷം 4 അയച്ചു കൊടുക്കണം. പാമ്പുകളെയും തേളുകളെയും ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ വാക്യം പറഞ്ഞ് ഒന്നും ഒരിക്കലും ഒരു ദോഷം വരികയില്ല എന്നുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നിട്ട് ധൈര്യത്തോടെ പോവുക.
കർത്താവ് അതിന്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ ഇടയായിത്തീരും. കേട്ടോ, ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ നിമിഷം ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ പറയാനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന് ഒരു സാക്ഷ്യമാകുവാൻ ആ സാക്ഷ്യത്തിന് ഇടയാകാൻ തീരും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇത് എനിക്കറിയാം, നിങ്ങളോട് ഒരാൾ പറയാൻ തുടങ്ങുമ്പോൾ എനിക്കിത് കേൾക്കാതിരിക്കും, അടുത്ത ആൾ പിന്നെയും പറയും, വേറൊരു വിഷമം ഉണ്ടാകും. അത് പിന്നെ മൊത്തത്തിൽ എന്ത് ചെയ്യും, പിന്നെ ചിലർ പറയും, അയ്യോ ബ്രദർ എന്റെ പ്രാർത്ഥന വിഷയം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്ലാഷ് വരാതിരിക്കാൻ വേണ്ടിയാണ് ലൈവിൽ പ്രയർ റിക്വസ്റ്റുകൾ ഒന്നും എടുക്കാത്തത്. നമുക്കിപ്പോ തന്നെ അറിയാലോ, സമയമുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരാൾക്ക്, നിങ്ങൾ മറ്റുള്ളവരെല്ലാവരും ചിലപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷമായിരിക്കും, പക്ഷെ പലരും യാത്രയിലും വീട്ടിലും ഒക്കെ നാളെ ജോലിക്ക് പോകേണ്ടവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ സമയത്ത് സാക്ഷ്യം ഉണ്ടെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന ഇപ്പൊ അവസാനിപ്പിക്കാൻ വേണ്ടി 1-2 പേര് സാക്ഷ്യമുള്ളവർ മാത്രം ചുരുക്കം വാക്കുകൾ, നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട, നിങ്ങൾക്ക് എന്താണോ കർത്താവ് ചെയ്തത് അത് മാത്രം പറയുക. ഉണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഷേർലി സൗകര്യ വാക്യം അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും ആ സൗകര്യ വാക്യം എടുത്ത് പ്രാർത്ഥിച്ചോണേ. പറഞ്ഞു. എന്റെ വീട്ടിൽ പിള്ളേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കേറ് സംസാരം. ഞാൻ ഉടനെ യേശുവിന്റെ മുറിവിനാൽ എന്റെ വീട്ടിൽ സമാധാനം തരണേന്ന് 5 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പോഴേ പെട്ടെന്ന് ഈശോ സമാധാനം തന്നെ അവരെ ശാന്തപ്പെടുത്തി. സ്തോത്രം, ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് കൊടുത്ത സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും നന്ദി. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഞാനൊരു സാക്ഷി പറയട്ടെ. പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് എനിക്ക് കാൽമുട്ടിന് ഭയങ്കര വലത്തെ കാലിന് തേയ്മാനമുള്ള കാൽമുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ഒരു പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവ് എനിക്ക് വചനം തന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഈ സൂം മീറ്റിംഗിൽ കയറിയപ്പോ ആ വചനത്തിന്റെ ആഴത്തിലേക്ക് എനിക്ക് മനസ്സിലാവാനായിട്ട് സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്റെ കാൽമുട്ടിന് ദൈവം സുഖം തന്നു. പിന്നീട് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, കഴിഞ്ഞ ജനുവരിയില് എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഞാനപ്പോ വീട് പൂട്ടും 2 മകളുടെ കൂടെയാണ്. അവിടെ ഞാൻ കിടന്നുറങ്ങുമ്പോ എനിക്ക് ആരും എന്റെ അടുത്ത് കിടക്കുന്നതായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്യും. എന്തോ സാത്താന്റെ ഉപദ്രവമാണെന്ന്. ഞാൻ ഒരിക്കൽ കണ്ണുറന്ന് നോക്കുമ്പോ ഒരു കറുത്ത ഒരാള്, മുഖമൊന്നും കാണുന്നില്ല. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു 6 അടി നീളവും അതുപോലെ വണ്ണവും കളറും ഉള്ള മനുഷ്യനായിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് ദൈവത്തോട് ഇതിനെ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ബ്രദർ പറഞ്ഞു, ഇതേതോ ഒരു സാത്താന്റെ ഉപദ്രവമാണെന്ന് കേഴ്സ് ചെയ്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ആ ഒരു ഉപദ്രവം ഇല്ല. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം പറഞ്ഞു തന്ന ബ്രദറിനെയും ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. തീർച്ചയായിട്ടും സൗകര്യം പറഞ്ഞ പോലെ തന്നെ കർത്താവ് കൊടുത്ത ആ സൗഖ്യത്തിന് നന്ദി. അത് മാത്രമല്ല, ഭയപ്പെടുത്തി വന്ന പിശാചിന്റെ ഒരു തന്ത്രത്തെ യേശുവിന്റെ നാമത്തിൽ അതിനെ ജയിക്കുവാനും അത് വിട്ടുപോകുവാനും കാണുവാനും ഇടയായി തീർന്നു. കർത്താവ് കൊടുത്ത ആ ഒരു സൗഖ്യത്തിനും ആ വലിയ വ്യത്യാസത്തിനും ആ പിശാചിന്റെ പിടുത്തത്തിൽ നിന്നും വിടുവിച്ചതിന് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. ഇന്നലെ വലിയൊരു ആപത്തിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു ബ്രദറെ. ഇന്നലെ ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട് ഡോറ് തുറന്നതാ, ഗ്രില്ലായിരുന്നു. ആ ഗ്രില്ല് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം വന്ന് എൻ്റെ കാൽപ്പത്തിയുടെ അവിടേക്ക് വീണു. നോക്കുമ്പോൾ ഒരു പാമ്പാ. അപ്പോൾ പെട്ടെന്ന് ഞാൻ നിലവിളിച്ചെങ്കിലും പെട്ടെന്ന് ഈ പാമ്പ് അവിടെ കിടന്ന് എഴയുന്നതല്ലാതെ പുറത്തോട്ട് പോകുന്നില്ല. പുറത്തോട്ട് പോയാലേ എനിക്ക് ഗ്രില്ല് അടയ്ക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. ബ്രദർ പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാനുള്ള സകല അധികാരത്തെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ യേശുവേന്നൊന്ന് വിളിച്ചു. യേശുവേന്ന് ഞാൻ അലറുമായിരുന്നു. ഈ പാമ്പ് കിടന്നിടത്തുനിന്ന് പതുക്കെ പുറത്തേക്ക് ചാടി അവിടെ ചവിട്ടി വന്ന് കിടന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു വ്യക്തി വന്ന് അതിനെ തല്ലിക്കൊന്നു കൊണ്ട് കളഞ്ഞു. പക്ഷെ വലിയൊരു ആപത്തായിരുന്നു ബ്രദർ. അതിന്റെ കാൽപ്പത്തിയുടെ അകലത്തിലാ പാമ്പും ഞാനോട് നിന്നിരുന്നേ. അത്ര വലിയൊരു ആപത്ത്. അത് നല്ല വലിയ വിഷമുള്ള ഒരു പാമ്പായിരുന്നു. അതിന് ദൈവം എന്നെ കാത്തു രക്ഷിച്ചു.
ധൈര്യം തന്നത് ബ്രദറിന്റെ വചനങ്ങളാ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹൃദയത്തിലോട്ട് ഇങ്ങനെ കയറി വരും ആ വചനങ്ങളെല്ലാം. അപ്പൊ എനിക്കൊരു ധൈര്യം ഇപ്പൊ വരുന്നുണ്ട്. കാരണം ഒരുപാട് പ്രാവശ്യം ഈ ഒരു ഇഴജന്തുവിൽ നിന്ന് കർത്താവിനെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ധൈര്യം എനിക്ക് ഇന്നലെ വന്നത് ബ്രദറിൽ കൂടെ ആ വചനങ്ങൾ കേൾക്കാൻ തുടങ്ങിയ പിന്നെ. ബ്രദറെ, ദൈവത്തിന്റെ നാമത്തിൽ ഒരുപാട് നന്ദി പറയുന്നു. ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് കേട്ടതുപോലെ തന്നെ ഇന്ന് ആ കുടുംബം ഒരു വിലാപത്തിന്റെ കുടുംബം ആകേണ്ട അവസ്ഥയായിരുന്നു. കേട്ടതുപോലെ തന്നെ ആ പാമ്പ് സഹോദരനെ ഉപദ്രവിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ജീവൻ അറ്റുപോകേണ്ടതായിരുന്നു. പക്ഷെ ആ സ്ഥാനത്ത് കർത്താവ് കൊടുത്ത വചനം തക്ക സമയത്ത് ഒരു ബലവും ധൈര്യവും കൊടുത്ത് യേശുവിന്റെ നാമത്തിൽ അത് ആക്രമിക്കാതെ അത് പുറത്തേക്ക് കേട്ടതുപോലെ തന്നെ ചാടിപ്പോയി. അത് കർത്താവിന്റെ കൃപയിൽ ഒരു സാക്ഷ്യം തന്നെയാണ്. കാര്യം ഈ വലിയൊരു മരണമാണ് അവിടെ മാറിപ്പോയത്. ആ ജന്തു പറഞ്ഞ പോലെ തന്നെ അത് ആക്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കുടുംബത്തിൽ ഇന്ന് പറയാൻ പോലും കാണത്തില്ല. ദൈവം സൂക്ഷിച്ച കരുതലിന് നന്ദി. അകത്ത് വീണ വചനം ആ തക്ക സമയത്ത് അത് പൊങ്ങി വന്നതുകൊണ്ട് സാക്ഷ്യമാക്കിയുണ്ട് നന്ദി പറയുന്ന കർത്താവെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ആമേൻ. ബ്രദറെ, ഞാൻ ഒരു സാക്ഷ്യം പറയട്ടെ. ബ്രദറെ, പറഞ്ഞു. എന്റെ പേര് ഗീത, ആൻഡ്രൂസ് ഗീത. എന്റെ മോനുക്ക് 2 അലോട്ട്മെന്റിലേയും കിട്ടിയില്ല ഗവൺമെന്റ് സീറ്റ്. അപ്പൊ ഇവിടെ എന്റെ അമ്മായിമ്മ പറഞ്ഞ് ഒരു കൗൺസിലറെ നോക്കാം ഒരു സ്കൂളിൽ ഇവിടെ ഒരു അടുത്ത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നേരിട്ട് കോളേജിൽ പോയി ചോദിക്കാം. അങ്ങനെ പോയി ചോദിച്ചപ്പോ ഇത് മാനേജ്മെന്റ് സീറ്റ് കുറച്ച് പൈസ അടച്ച് അങ്ങനെ 1 or 2 സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതാ ഞാൻ മേടിച്ച്. കർത്താവിന് വലിയ ഉപകാരം. നന്ദി. താങ്ക് യു ജീസസ്. പിന്നെ അല്ലാതെ എന്റെ വീട്ടിൽ എപ്പോഴും അമ്മയും ഹസ്ബൻഡും സീരിയൽ നോക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ പറഞ്ഞ് ഈ സീരിയൽ നോക്കണ്ട, TV ഓഫ്. അതിലായിരുന്നു ഇപ്പം TV സീരിയൽ നോക്കുന്നില്ല. ഞാൻ വളരെ ദൈവത്തിന്റെ നന്ദി പറയുന്നു. ஏன்னா நான் பிரார்த்தனையில நான் ഒരുപാട് പള്ളികൾക്ക് പോകും, പ്രാർത്ഥനയ്ക്ക് പോകും, ബൈബിൾ. ആനാ ഈ സൂമിൽ ഞാൻ കയറിയപ്പോ ഭയങ്കര സമാധാനമും ബൈബിളും ഇത് വചനമും എനിക്ക് പ്രചോദനം ചെയ്ത്. പിന്നെ കർത്താവിന് കോടി നന്ദി, ബ്രദറിന് നന്ദി. താങ്ക് യു ജീസസ്. എന്റെ മോനുக்காக പ്രാർത്ഥിക്കണം. അവന് കളിக்கிறான் ബ്രദറെ, പബ്ജി കളിக்கிறான். അതാ എനിക്ക് വിഷമം, വേറെ ഒരു വിഷമവും ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കും. സൗരി പറഞ്ഞ പോലെ തന്നെ മകന്റെ അഡ്മിഷൻ ഒത്തിരി ഭാരപ്പെട്ടിരിക്കുമായിരുന്നു. തക്ക സമയത്ത് തന്നെ അത് ഒരുക്കുവാൻ ഇടയായി തീർന്നു. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ അകത്ത് എല്ലാ കലഹത്തെയും കൊണ്ടിരുന്ന എല്ലാം വിട്ടുമാറട്ടെ. ആ മകന്റെ ഭാവിയുടെ വാതിൽ തുറന്നു വരട്ടെ. ഞങ്ങൾ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് പറയുവാൻ ഇടയാക്കിയല്ലോ. മുന്നോട്ട് ഇനിയും ഒത്തിരി സാക്ഷ്യങ്ങൾ പറയുവാൻ ആ കുടുംബത്തെ കർത്താവ് ഉപയോഗിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഒരു സാക്ഷി എനിക്ക് പറയാനുണ്ട്. ഇന്നലെ എന്റെ അടുത്ത വീട്ടില് ഒരു മോന് ഭയങ്കര ഛർദിലായിരുന്നു. 20 വയസ്സ് പ്രായമുള്ള ഒരു മോനാ. ഛർദിലായിട്ടുണ്ട്. അപ്പൊ ആ മോനെ കാണാനായിട്ട് ഞാൻ ഇവിടുന്ന് പോയി. അപ്പൊ ഇവിടുന്ന് ഞാൻ മനസ്സിൽ ഓർത്തോണ്ടാവും പോയത് മോന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അവിടെ ചെന്ന് മോന്റെ അസുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ആ മോന്റെ അമ്മ എന്നോട് പറഞ്ഞു, ചേച്ചി മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അപ്പൊ ഞാൻ ആ മോന് വേണ്ടി പ്രാർത്ഥിച്ച്, യേശുവിന്റെ തിരുമുറിവിനാൽ കുഞ്ഞിന്റെ രോഗത്തിന് സൗഖ്യം കിട്ടട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. പക്ഷെ പിന്നെ ഇന്നലെ രാത്രിയായി 8 മണി തൊട്ട് പിന്നെ ഇത്രയും സമയം വരെയായിട്ടും ആ കുഞ്ഞിന് ഛർദിലുണ്ടായിട്ടില്ല. പരിപൂർണ സുഖമായിട്ട് വന്നു. നന്ദി കർത്താവ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാൻ ഒരു കൃപ ദൈവം കൊടുത്ത ആ ഭവനത്തിൽ ചെല്ലുവാനും ഞാൻ പറയും, നമ്മൾ ഈ ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവർത്തികൾ പോലെ അപ്പോസ്തലന്മാർ കയറിയ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ബൈബിളിൽ കാണിക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രിയ പറഞ്ഞ പോലെ ചെല്ലുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ ഉപയോഗിക്കും. നമ്മൾ ആ ഒരു ഉറപ്പിൽ ചെല്ലണം. ഇനിയും അനേക ഇടങ്ങളിൽ പോകാൻ കർത്താവ് ഇടയാകട്ടെ. അനേക സാക്ഷികളാൽ ദൈവം നിറയ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നത് എന്റെ ഇടത്തെ കൈയുടെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഞാന് കർത്താവിന്റെ തിരുമുറിവിനാൽ എന്റെ കൈക്ക് സൗഖ്യം തരണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് 2-3 ദിവസമായിട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് എനിക്ക് കൈക്ക് നല്ല സൗഖ്യമായി, ഒരു വേദനയും ഇല്ല. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പം ബ്രദറിന് നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് പേസ് പറഞ്ഞ കൈക്ക് വേദനയായിരുന്നു, പക്ഷെ കൈ വെച്ച് അവിടെ പ്രാർത്ഥിച്ചു. യേശുവിന്റെ മുറിവിൽ എനിക്ക് ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞു. സൗഖ്യം കൊടുത്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ വേണ്ടി പോണ്. ബാക്കി സാക്ഷികൾ നമുക്ക് തുറമാനമായിട്ട് കേൾക്കാം. ഇപ്പൊ ആർക്കെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബ്രദർ, ഞാൻ
രണ്ടാഴ്ച മുമ്പ് ബ്രദറിന്റെ ഈ യൂട്യൂബിലോടുള്ള മെസ്സേജ് കേട്ടു. അപ്പോൾ എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ളൊരു മെസ്സേജ് ആണെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഈ യൂട്യൂബ് കാണാൻ തുടങ്ങി. 16 വർഷം മുമ്പ് ഞാൻ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ടിരുന്നു. കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് ദർശനത്തിൽ കൂടി സൗഖ്യം തന്ന്, വിടുതൽ തന്ന്, ആശ്വാസം തന്ന്. ഞാൻ പോകുന്ന സഭയിൽ ഇതുപോലെ ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു സഭയായതുകൊണ്ട് ബ്രദറിന്റെ ആ പ്രസംഗം, ആ ബ്രദറിന്റെ വചനങ്ങള് നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഒരു വചനമായതുകൊണ്ട് ഞാനത് വിശ്വസിച്ചു. അപ്പോൾ 16 വർഷം മുമ്പ് ക്യാൻസർ രോഗം വന്നപ്പോഴും കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഞാനൊരു മരുന്നും പോകുന്നില്ല. ഞാൻ വചനം കൊണ്ട് ഭക്ഷിക്കുവാണ്. 16 വർഷമായിട്ട് വചനം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വചനം മാത്രം പറയും. ഇപ്പം ഇന്നലെ പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്ന അങ്ങനെ ഓരോ വചനങ്ങള് നമ്മുടെ ശരീരത്തിലേക്ക് രോഗം വരുമ്പോൾ ഞാൻ പിശാചിനോട് പറയും, എനിക്കിഷ്ടമല്ല. എൻ്റെ ശരീരം യേശു വസിക്കുന്ന മന്ദിരമാണ്, യേശുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണെന്ന് പറഞ്ഞ് 16 വർഷമായിട്ട് കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് ഒരു രോഗവും ദുഃഖവും വേദനയും ഭാരവും ഒന്നും ഇല്ലാതെ കർത്താവ് എന്നെ നടത്തുന്നു. അതിനായിട്ട് നന്ദി. ബ്രദറിന്റെ ആ മെസ്സേജ് അനേകർക്ക് ആശ്വാസം. കാരണം പോസിറ്റീവ് എനർജിയാണ്, സാമ്പത്തികമായിട്ടുള്ളത്, വിടുതലിന്റെ എല്ലാത്തിനും ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു മെസ്സേജ്, അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ്. ഞാൻ പോകുന്ന സഭയിൽ അത് തന്നെ പോസിറ്റീവ് എനർജി ഒരു മെസ്സേജ് കിട്ടുന്ന, അങ്ങനെ അനേകർക്ക് ഇത് ഒരു ആശ്വാസമായി, അനേകർക്ക് പിന്നെ തണുപ്പായി ബ്രദറിന്റെ മെസ്സേജിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി കൂടുതലായിട്ട് ബ്രദറിനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, ഞാൻ പലപ്പോഴും പറയട്ടെ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഉള്ളിൽ ബലവും ധൈര്യവും ഒക്കെ തരുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ പ്രാർത്ഥിക്കുക, മുന്നോട്ട് ധൈര്യമായിട്ടിരിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇനിയും ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥന ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാര്യതാണ്, ആദ്യമായിട്ടാണ് ഇതിലേക്ക് വരുന്നത്. എൻ്റെ ഭർത്താവിന് വേണ്ടി വേറിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഗുളികയൊക്കെ കഴിക്കുമ്പോൾ അത് ഛർദ്ദിക്കാൻ വരിക, അങ്ങനെയുള്ള പിന്നെ തൊഴിലുറപ്പിന് പോയ ഒരാൾ വീണ്, അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. പിന്നെ കുറച്ച് ദിവസമായി ഞാനിത് കേൾക്കുന്നത്. പിന്നെ അന്നേരം അടുത്ത ഒരാൾക്ക് തീരെ സുഖമല്ല, ഞാൻ അവിടെ ഇരിക്കുന്നത്. അവരിങ്ങനെ കരയുകയാണ്, വേദന കൊണ്ട്. അന്നേരം ഞാൻ ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അന്നേരം അയാൾ ചിരിച്ച്, ഞാൻ ഭാര്യ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചത് അത് സൗഖ്യമായി. അവര് പിറ്റേന്ന് അവര് പറഞ്ഞു നല്ല സമാധാനം. അത് ഭർത്താവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിന്ന് ബ്രിക്സ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവിന്റെ കൃപയാൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഇടയാക്കിയത് മാത്രമല്ല, കുടുംബത്തിൽ വലിയൊരു സൗഖ്യം നടക്കും. ഭർത്താവിന്റെ കൈവച്ചിട്ട് പറയണം, ഇന്ന് എന്റെ ഹസ്ബൻഡ് അനുഭവിക്കുന്ന, ഭർത്താവ് അനുഭവിക്കുന്ന ഈ രോഗം, ഈ ബുദ്ധിമുട്ട് യേശു ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിന്റെ മുറിവിൽ സൗഖ്യമുണ്ട്, ഞങ്ങളുടെ അവകാശമാണ്. ക്രൂശിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ എല്ലായിടത്തും പോയി ഞങ്ങൾ സാക്ഷ്യം പറയുന്ന ഒരു തീരുമാനം എടുത്തോണം. അങ്ങനെ തന്നെ പറഞ്ഞോണം. കർത്താവ് അത് ചെയ്യും. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കൂടി വരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നല്ലോ. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. ഞാൻ ഈ സമയപരിമിതി പറയുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോണം. നമുക്ക് പല ആളുകൾ ഇതിനകത്ത് പല സമയങ്ങളിൽ പല രാജ്യത്തു നിന്ന് കൂടുന്നതുകൊണ്ടാണ്, ജോലിക്കിടയ്ക്കും അല്ലാതെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പരസ്പരം നമ്മൾ എല്ലാവരും ആ ഒരു തിരിച്ചറിവിൽ വേണം കൂട്ടായ്മ ആചരിക്കാൻ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം തോന്നരുത്. ഇത് കൂട്ടായ്മയാണ്. എനിക്ക് ആരെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, ആരെയും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ദൈവം കൊണ്ടുവരുന്നവർ മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഉറപ്പ് വേണം. കർത്താവിനെ മാത്രമേ നോക്കാവുള്ളൂ. ഗോഡ് ബ്ലസ് യു. ഇന്ന് ലൈവിൽ കാണുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശാലതയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ, താഴ്ച പ്രാപിക്കത്തില്ല. നമ്മൾ വാലല്ല തലയത്രേ. ദൈവകൃപയാൽ നമുക്ക് പോവാം. എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റാത്ത ആൾക്കാർ ഒത്തിരി പേര് പറഞ്ഞു ഞങ്ങൾ സാക്ഷ്യം ഉണ്ടെന്നൊരു, നിങ്ങൾ കഴിവെങ്കിൽ നാളെ അത് ട്രൈ ചെയ്യുക. നമുക്ക് ഒന്നും കൂടെ അത് കർത്താവിന്റെ കൃപയാൽ കേൾക്കുവാൻ ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ കർത്താവ് കൂടെയുണ്ട്. എല്ലാ ദിവസത്തെയും ആ 1 മിനിറ്റുള്ള മെസ്സേജുകൾ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്